رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد خاتم الأنبياء ومعدن الأسرار ومنبع الأنوار وجمال الكونين وشرف الدارين وسيد الثقلين المخصوص بقاب قوسين وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى. ثم دنا فتدلى فكان قاب قوسين أو أدنى. فأوحى إلى عبده ما أوحى. ما كذب الفؤاد ما رأى. أفتمارونه على ما يرى. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من يمم العفون ساحته سعيا وفوق متون الأينق الرسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ومن هو الآية الكبرى لمعتبري ومن هو النعمة العظمى لمغتنمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سريت من حرم ليلا إلى حرمي كما سرى البدر في تاج من الظلم. وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي. സർവാദരണീയരായ സയ്യിദ് വർഗൾ
പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരങ്ങൾ, ഉമ്മമാർ, സഹോദരികൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സിയാങ്കണ്ടം മസ്ജിദ് സുന്നിയയുടെ കീഴിൽ ത്രിദിന മദ്ഹ് റസൂൽ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നാമുള്ളത്. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് അർഹരായ അവിടുത്തെ മുഹബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വളരെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടനം അഭിവന്യരായ തങ്ങളിൽ നിന്ന് നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് പരിപാടിയുടെ തുടക്കമാകുമ്പോൾ സാധാരണ ഒരൽപ്പം വൈകാറുള്ളതുപോലെ ഇന്നും വൈകി എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നേരത്തെ തന്നെ നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾ നടക്കും. നേരത്തെ തന്നെ എല്ലാവരും എത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നാളെ മുതൽക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ പരിപാടി LCD-യിലൂടെ തന്നെ ഇരിക്കുന്നിടത്ത് വെച്ച് നേരിട്ട് കാണാനുള്ള സൗകര്യം സംഘാടകർ ഒരുക്കും എന്ന് ഇന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. ഏതായിരുന്നാലും പരിശുദ്ധ റബീഉൽ അവ്വൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് സ്വാഗതമോദി ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും വളരെ സന്തോഷത്തോടുകൂടെ അവിടുത്തെ ബഹുമാനങ്ങളും അവിടുത്തെ പ്രകീർത്തനങ്ങളും പറയാനും പ്രശംസിക്കാനും വേണ്ടി ഒരുമിച്ച് കൂടുന്ന കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലും ആ ഒരു മഹത്തായ മജ്ലിസ് ഒരുക്കാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു നമ്മുടെ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഉത്കൃഷ്ടതയുടെ മഹാപ്രപഞ്ചം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. എത്ര കേട്ടാലും പഠിച്ചാലും മതിവരാത്ത ഒരു വലിയ പ്രപഞ്ചമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്ന മജ്ലിസായതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ സദസ്സ് കാരണമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ നേതാവിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്താണ് ഈമാൻ, എന്താണ് ഹിദായത്ത് എന്ന് നമുക്ക് പരിചയപ്പെടുത്തിത്തുന്ന സ്വർഗത്തിലേക്കുള്ള വ്യക്തമായ സരണി വരച്ച് അടയാളപ്പെടുത്തിത്തുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ കുറിച്ച് പറയാൻ ലോകത്ത് ആരേക്കാൾ കൂടുതൽ താല്പര്യമുണ്ടാകേണ്ടത് ആ നേതാവിന്റെ അനുയായികൾക്കാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ക്ഷീണമോ പ്രയാസമോ നേരം വഴുകിയെന്ന വിഷമമോ ഒന്നും ഇല്ലാതെ തന്നെ എന്റെ നേതാവിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നു, പഠിക്കുന്നു. അതിലൂടെ എനിക്ക് നബിതങ്ങളോടുള്ള മഹബത്തും സ്നേഹവും വർദ്ധിപ്പിക്കാൻ സാഹചര്യമുണ്ടാകും. അങ്ങനെ എനിക്ക് ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ ഒരു പ്രധാന മെമ്പറായി എനിക്ക് കൂടണം എന്ന
വളരെ ക്ലിയറായ ആത്മാർത്ഥമായ മനസ്സോടുകൂടെ നിങ്ങൾ എല്ലാവരും ഈ സദസ്സ് പിരിയുന്നതുവരെയും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ മജ്‌ലിസ് ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ നിങ്ങളോട് വസിയ്യത്തായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് കുറച്ച് കസേരകൾ മുന്നിൽ ഒഴിവുണ്ട്. എല്ലാവരും ഒന്ന് കിട്ടി എഴുന്നേറ്റ് നിന്നാ. കുറെ നേരമായില്ല നിങ്ങൾ ഇരിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് ഒന്ന് ആ മുന്നോട്ട് കിട്ട് കയറിയിരുന്നാൽ ഉള്ള കസേരകളൊക്കെ ഒന്നാണ്ട് ഫില്ല് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ബാക്കിൽ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ വന്നിരിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നാളെ ഇതിനേക്കാൾ വളരെ ബഹുലമായി നാം സദസ്സ് സംവിധാനിക്കും എന്ന് നിങ്ങളോടൊക്കെ പറയുകയാണ്. എല്ലാവരും ആ കസേരകളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കയറിയിരുന്നു എല്ലാവരും. കസേരകൾ ഒരുപാട് ഒഴിവുണ്ട്. മുന്നിൽ ബാക്കിൽ ഒഴിവില്ലായിക്കോട്ടെ, മുന്നിൽ ഒഴിവുണ്ടാകാൻ പാടില്ല. മുന്ന് സൊഫ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഗ്യാപ്പും വിടാതിരിക്കണം. കാരണം അവിടെ ഇടയിൽ പിശാച് വന്നിരിക്കും. അതുകൊണ്ട് മജ്‌ലിസ് അല്ലാഹു പൊരുത്തപ്പെട്ട മജ്‌ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ സാധിക്കുമെങ്കിൽ അല്ലാഹു നൽകിയ ആരോഗ്യം, അല്ലാഹു നൽകിയ ആഫിയത്ത്, അല്ലാഹു നൽകിയ ബുദ്ധി എല്ലാം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്കൊക്കെ നല്ല സദസ്സ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുറത്തു നിൽക്കുന്നവർക്കൊക്കെ സൗകര്യപ്പെട്ടാൽ ഉള്ളിലേക്ക് കയറിയിരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, അവരെല്ലാവരും ഭൂമി ലോകത്തേക്ക് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു വലിയ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ മുന്നൊരുക്കം എന്ന നിലക്ക് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് പ്രമാണിച്ച് തങ്ങളെക്കുറിച്ച് പറയാനും വർണ്ണിക്കാനും പരിചയപ്പെടുത്താനും തങ്ങൾ ലോകത്തോട് പറയുന്ന ആദർശം ആദ്യമേ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും വേണ്ടി നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം മുതൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അല്ലാഹു ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുകയാണ്. അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറയാനുള്ള ആദർശത്തെ കുറിച്ച് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അവരുടെ വേദഗ്രന്ഥങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കുകയും അത് ആ സമുദായം നന്നായി ആത്മാർത്ഥതയോടുകൂടെ വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അന്ത്യപ്രവാചകരായി ലോകത്തേക്ക് വരാൻ അല്ലാഹു അവസരം ഒരുക്കി. ഇനി ഒരു പ്രവാചകരുടെ ആവശ്യം ഇല്ലാത്ത വിധം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഇനി ഒരാൾക്കും മറ്റൊരു പ്രവാചകരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യം ഇല്ലാത്ത വിധം ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കും ചേതന അചേതന വസ്തുക്കൾക്ക് മുഴുവനും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഗ്രഹമാവുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മനുഷ്യരെന്നല്ല, മനുഷ്യേതര വസ്തുക്കൾ മുഴുവനും വളരെ താഴ്മയോടെ വിനയത്തോടെ സ്നേഹത്തോടെ തങ്ങളെ സമീപിക്കുകയും തങ്ങളോട് അഭയം പ്രാപിക്കുകയും തങ്ങളോട് ആവലാദികൾ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് ചരിത്ര ഗ്രന്ഥങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നുണ്ട്. ചിലതൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമ്മൾ പറയും. പറഞ്ഞാൽ തീരാത്ത ഒരു വല്ലാത്ത പ്രപഞ്ചമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കവികളും അവരുടെ കവിതകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുമ്പോൾ അവരെല്ലാവരും പറഞ്ഞ ഒരു വാക്കുണ്ട്, ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലിബാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വർണ്ണിക്കാൻ
ഒരുപാട് ചരിത്രങ്ങൾ പരതി അന്വേഷണം നടത്തി അതെല്ലാം ഹൃദയാന്തരങ്ങളിൽ ക്രോഡീകരിച്ചതിന് ശേഷം അത് സമൂഹത്തോട് പറയാൻ, അതൊന്ന് വർണ്ണിക്കാൻ, അതൊന്ന് വിവരിച്ചുകൊണ്ടൊരു കവിത രചിക്കാൻ വേണ്ടി എല്ലാ മദ്ഹ് പറയുന്ന സ്തുതിപാഠകന്മാരും പരാജയപ്പെട്ടു പോയത് അതിന്റെ 10% പോലും അവർക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന കാര്യത്തിലാണ്. അത്രയും വല്ലാത്ത ബഹുമാനത്തിന്റെ ഉടമയായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറിക്കഴിഞ്ഞു. ലോകത്ത് ആദം നബി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരും അവർക്കൊക്കെ അവരുടേതായ ബഹുമാനങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെക്കാൾ എത്രയോ വലിയ ഉത്കൃഷ്ടത കൈവരിച്ച നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദം നബിയെ അല്ലാഹു ബഹുമാനിച്ചത് ആദം നബിക്ക് മലക്കുകൾ പ്രണാമമർപ്പിച്ചുകൊണ്ടായിരുന്നു. സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ മലക്കുകളോട് അല്ലാഹുവിന്റെ നിർദ്ദേശം ആദം നബിയെ ആദരിക്കാൻ. മലക്കുകൾ ആദം നബിയെ ആദരിക്കുകയാണ്. ഇത് ആദം നബിക്ക് അല്ലാഹു കൊടുത്ത ഒരു ബഹുമാനമാണ്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ബഹുമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത ബഹുമാനത്തിന്റെയും അവർക്കുണ്ടായിരുന്ന ദൃഷ്ടാന്തങ്ങളുടെയും എല്ലാറ്റിന്റെയും അപ്പുറമായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്, തങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അപ്പോൾ മഹത്തായ സ്വഭാവം തങ്ങളുടെ അടിമയാണ്. തങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെയും അപ്പുറമാണ്. പരിശുദ്ധ ഖുർആൻ ലഅല എന്ന വാക്കുകൊണ്ട് ലോകത്തെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആശയമാണ് മഹത്തായ സ്വഭാവങ്ങളൊക്കെയും തങ്ങളുടെ ഇപ്പുറത്താണ്, തങ്ങൾ അതിന്റെയും അപ്പുറമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉടമയേക്കാൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങൾ എന്ന് പറയുമ്പോൾ മഹത്തായ സ്വഭാവം തങ്ങളുടെ അടിമയാണ്, തങ്ങളുടെ കീഴിലാണ് മഹത്തായ സ്വഭാവമുള്ളത്. അതിനെയും അടക്കി ഭരിക്കുന്ന എത്രയോ വലിയ സ്വഭാവത്തിന്റെ മഹത്തായ പറുദീസയിലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും പ്രവാചകന്മാരുടെ ബഹുമാനത്തിന് കുറവല്ല. ലോകത്ത് എല്ലാവരെക്കാളും ഏറ്റവും ഉത്കൃഷ്ടരാണ് മനുഷ്യരെങ്കിൽ മനുഷ്യരിൽ ഉത്കൃഷ്ടരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള ആള് അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ആദം നബിയെ അല്ലാഹു മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ച് ആദരിച്ചുവെങ്കിൽ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്ക്, അല്ലാഹുവിന്റെ റസൂലിനാണ് അവിടെയും സ്ഥാനമുണ്ടാകുന്നത്. കാരണം എന്താണ്? ഇന്നൽ മലായികത ഉമിറു ബിസ്സുജൂദി ലി ആദം. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അല്ലാഹു കൽപ്പിച്ചു. അതിൽ അജലി അന്ന നൂറ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ ജബ്ഹതിഹി. അത് റസൂലുള്ളാന്റെ ഒളിവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തിരുനെറ്റിയിലുണ്ടായ കാരണമാണ്. അപ്പൊ ആദം നബിയുടെ തിരുനെറ്റിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമുണ്ട്. ആരാണ് പറയുന്നത്? 6-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനും മുജദ്ദിദുമാണെന്ന് ലോകത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു സമാനതകളില്ലാത്ത ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തിരുനെറ്റിയിലുണ്ടായി എന്ന കാരണമാണ് ആദം നബിക്ക് മലക്കുകൾ സുജൂദ് ചെയ്യേണ്ടി വന്നതെങ്കിൽ
അവിടെ സ്ഥാനം ആദം നബിയേക്കാൾ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ഇനിയും നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ സൂക്തം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിന് ആദരവ് നൽകുന്നവർ ആരൊക്കെയാണ്? കേവലം മലക്കുകൾ മാത്രമാണോ? അല്ലാഹു, മലക്കുകൾ, ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയാണ്. മലക്കുകൾ സുജൂദ് ചെയ്തത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മലക്കുകളിൽ നിന്ന് മാത്രം ലഭിച്ചതാണെങ്കിൽ അല്ലാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നും ലഭിക്കുന്ന ബഹുമാനം അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമാണ്. അതമ്മു വ അജ്മഉ മിൻ തശ്രീഫി ആദം അലൈഹിസ്സലാം ബിഅംരിൽ മലായികതി ലഹു ബിസ്സുജൂദ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് നിർദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ബഹുമാനമാണ് മലക്കുകളും അല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിക്കുന്ന സ്വലാത്ത്. അപ്പൊ ലോകത്ത് സർവരാലും ഉത്കൃഷ്ടരാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിന്റെയും അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുകയാണ്. അതിനേതാവിന് അല്ലാഹു കൊടുക്കുന്ന ബഹുമാനമാണ് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ലോകത്തുള്ള സർവ്വ വസ്തുക്കളുടെയും പേര് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. ആദം നബിക്ക് കിട്ടിയ വലിയ ബഹുമാനമാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വഉല്ലിംതുൽ അസ്മാഅ കുല്ലഹാ കമാ ഉല്ലിമ ആദമു അൽ അസ്മാഅ കുല്ലഹാ. ലോകത്തുള്ള സർവ്വ വസ്തുക്കളുടെയും പേര് ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തതുപോലെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു എനിക്കും ആ ഒരു ബഹുമാനം ലഭിച്ചിട്ടുണ്ട്. സർവ്വ വസ്തുക്കളുടെയും പേരും ബഹുമാനവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഖാമാ. അള്ളാന്റെ റസൂല് ഞങ്ങൾക്കിടയിലൊന്നങ്ങ് എഴുന്നേറ്റ് നിന്നു. ആ ഒരൊറ്റ നൃത്തത്തിൽ അന്ത്യനാള് വരെ സംഭവിക്കാനുള്ള സർവ വിഷയങ്ങളെക്കുറിച്ചും അടിവരയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കമിട്ട് ഓരോന്നോരോന്ന് ഞങ്ങൾക്കങ്ങ് വർണ്ണിച്ചു തന്നു, വിവരിച്ചു തന്നു. ഹഫിളഹു മൻ ഹഫിളഹു വനസിയഹു മൻ നസിയഹു. സ്വഹാബത്ത് പറയാ മണപ്പാടാക്കിയവർക്കൊക്കെ മണപ്പാടാക്കാൻ കഴിഞ്ഞു, മറന്നവരൊക്കെ മറന്നു. പിന്നെ ഞങ്ങളെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞത് ഞങ്ങൾ മറന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ഞങ്ങൾ ആ സംഭവം അന്ന് തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ ഞങ്ങൾക്കപ്പോൾ ഓർമ്മ വരികയാണ് അന്ന് ഞങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങൾക്ക് വിവരിച്ചു തന്ന വിഷയമാണല്ലോ. സ്വഹാബത്ത് പറയുന്നു ഒരു ദിവസം ഒരു മനുഷ്യൻ നമ്മുടെ സമീപത്ത് വന്നു. അയാളെ നമ്മൾ കണ്ടു, മനസ്സിലാക്കി. പിന്നെ അദ്ദേഹം പോയതിനു ശേഷം നമ്മൾ അയാളെ മറന്നു. പിന്നെ കാലങ്ങൾക്ക് ശേഷം അയാളെ നമ്മൾ കാണുമ്പോ അന്ന് കണ്ട അദ്ദേഹമാണല്ലോ എന്ന ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടമാനം വിഷയങ്ങൾ ഞങ്ങൾക്കങ്ങ് പറഞ്ഞു തന്നപ്പോ എല്ലാം കൂടെ ഞങ്ങളെ മനസ്സിലങ്ങ് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പിന്നീട് ആ സംഭവം നടക്കുമ്പോഴാണ് അന്ന് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണല്ലോ എന്ന ഓർമ്മ ഞങ്ങൾക്ക് വരുന്നതെന്ന് മഹാന്മാരായ സ്വഹാബത്ത് വിവരിച്ചു.
ലോകത്ത് നടക്കാനുള്ള സർവ്വ വിഷയങ്ങളും ഒരൊറ്റ വേദിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു. സ്വഹീഹായ ഹദീസിൽ വളരെ കൃത്യമായി മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത ബഹുമാനത്തിന്റെയും അപ്പുറം ഇനി നോക്ക് നിങ്ങൾ, ഇദ്രീസ് നബിക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനം എന്താണ്? നമ്മുടെ വിഷയം അതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. എല്ലാവരേക്കാൾ ഉത്കൃഷ്ടത കൈവരിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മഹത്തായ സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തിയെന്ന്. എന്നാൽ നമ്മുടെ നേതാവ് ഉയർന്നത് എവിടേക്കാണ്? അതിന്റെയും അപ്പുറമുള്ള മേഖലകളിലേക്കാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർന്നത്. വറഫഅ ഇലാ മകാനിൽ ലം യുർഫഅ ഇലൈഹി ഗൈറുഹു. ലോകത്ത് ഒരാൾക്കും അവകാശപ്പെടാനാകൂല, ഒരാളും താൽപര്യപ്പെട്ടിട്ടും സാധ്യമല്ല, ഒരൈട്ടിയും വികസിച്ചാലും എത്തൂല. അത്രയും വലിയ ലോകത്തേക്ക് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരൊറ്റ രാത്രിയിലെ കുറഞ്ഞ നിമിഷം കൊണ്ടങ്ങ് കുതിച്ചു. അതായിരുന്നല്ലോ ഇസ്റാ മിഅ്റാജ്. ആ ബഹുമാനം ലോകത്തിന് വിധങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ല. ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയില്ലേ, ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്. ഈ പരിശുദ്ധ റബീഉൽ വസന്തം പെയ്തിറങ്ങുന്ന ഈ മാസം ലോകൈക ഗുരുവിനെ കുറിച്ച് പറയാൻ, അവിടുത്തെ ബഹുമാനങ്ങൾ വിവരിക്കാൻ ഈമാനുള്ളവന്റെ മനസ്സിലെന്തൊരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം അല്ലാഹുവേ ഞങ്ങൾക്ക് ആഖിറത്തിൽ ഹബീബിനോടൊപ്പം ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത ബഹുമാനത്തിന്റെയും അപ്പുറം ഇനി നോക്ക് നിങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വായിക്കുമ്പോ ഫനജാഹു അല്ലാഹു തആല വമൻ ആമന മഅഹു മിനൽ ഗറഖ് വനജാഹു മിനൽ ഖസഫ് ഫഉതിയ സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ലം തഖ്ലുക് ഉമ്മത്തുഹു ബിഅദാബിൻ മിനസ് സമാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്താണ് ഒരു വലിയ ജലപ്രളയമുണ്ടായത്. ഒരുപാട് ആളുകൾ അതിൽ മുങ്ങി നശിച്ചുപോയി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ചവരെയും അല്ലാഹു ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അവരെ ഒരു കപ്പലിലൂടെ അല്ലാഹു സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കുകയാണ്. അതായിരുന്നു നൂഹ് നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ നൂഹ് നബിക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനമെങ്കിൽ നോക്കൂ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സൂറത്തുൽ അംഫാലിന്റെ 33-ാമത്തെ സൂക്തം, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, അല്ലാഹു അവരെ ശിക്ഷിക്കൂല, വഅൻത ഫീഹിം, തങ്ങൾ അവരിലുള്ള കാലമെത്രയും. അതൊരു വലിയ ബഹുമാനമുള്ള വാക്കാണ്. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അല്ലാഹു നിൽക്കുന്ന കാലത്തോളം, ഈമാനുള്ളവന്റെ ഹൃദയാന്തരങ്ങളിൽ രാജകുമാരനായി ഹബീബ് വാഴുന്ന കാലത്തോളം ഒരിക്കലും മുഅ്മിനീങ്ങൾക്ക് നാശമില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷ വരൂല.
കേവലം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചവരെ തൂഫാനിൽ നിന്നാണ് അല്ലാഹു രക്ഷപ്പെടുത്തിയതെങ്കിൽ അത് നൂഹ് നബിയുടെ ബഹുമാനമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം അവിടുത്തെ സ്നേഹിക്കുന്നവർ, ആ മനസ്സുമായി ജീവിക്കുന്നവർ എവിടെയൊക്കെയുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ ഹൃദയത്തിൽ കുടികയറുന്ന കാലത്തോളം അല്ലാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണവും ഒരു ശിക്ഷയും ഒരു മനുഷ്യനും വരൂല. മനസ്സിൽ നിന്ന് നബി തങ്ങളങ്ങ് പോകുമ്പോഴാണ്, മനസ്സിൽ നിന്ന് നബി തങ്ങളങ്ങ് പോയിട്ട് മറ്റുള്ളവരെ മനസ്സിൽ പ്രദർശിക്കുമ്പോഴാണ് ലോകത്ത് പരീക്ഷണങ്ങൾ പെയ്തിറങ്ങുന്നത്. ഓ മുസ്ലിമീങ്ങളെ, സ്നേഹിക്കാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണോ ലോകത്തിന് സ്നേഹം? അതോ ലോകത്ത് സർവ മനുഷ്യരാലും സ്നേഹിക്കാൻ ഇന്ന് തത്രപ്പാട് കാണിക്കുന്നത് സിനിമാ നടന്മാരെയാണോ, നടികളെയാണോ, കായിക താരങ്ങളെയാണോ, സയന്റിസ്റ്റുകളെയാണോ? ആരോടാണ് മനുഷ്യരുടെ മനസ്സിൽ സ്നേഹമുള്ളത്? വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലല്ലോ സ്നേഹം. സ്നേഹമെന്നത് മനസ്സുമായി സ്പർശിക്കേണ്ട ഒന്നാണ്. എന്ത് പറിച്ചെടുത്താലും മനസ്സിൽ നിന്ന് പറിച്ചെടുക്കാനാവാത്ത വിധം മനസ്സുമായി ചേരേണ്ട ഒന്നാണ് സ്നേഹം. വഅന്ത ഫീഹിം, തങ്ങൾ മുഅ്മിനീങ്ങളിലുള്ള കാലമെത്രയും അവർക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കൂല. ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ ആ വലിയ ജലപ്രളയത്തിൽ പോലും മുങ്ങാതെ അല്ലാഹു സുരക്ഷിതമായി സംരക്ഷിച്ചു. കണ്ടില്ലേ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അക്റമല്ലാഹു നൂഹൻ ബിഅന്നംസക സഫീനതഹു അലൽ മാ, ജലപ്രളയത്തിന്റെ മേൽ ആ മഹാനായ നൂഹ് നബിയുടെ കപ്പൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുങ്ങാതെ നിയന്ത്രിച്ചു. എന്നാൽ വഫുഇല ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ളമ മിൻഹു, അതിനേക്കാൾ വലിയ ബഹുമാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തതെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഒരു ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നൂഹ് നബിയുടെ കപ്പലാണ് അല്ലാഹു നിയന്ത്രിച്ചതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കൂ നിങ്ങൾ. റുബിയ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അലാ ശത്തി മാഇൻ വഖഅദ ഇക്രിമതു ബിൻ അബീ ജഹൽ, അല്ലാഹുവിന്റെ റസൂല് പുഴക്കരികിലിരിക്കുകയാണ്. അപ്പോഴാണ് പരിസരത്ത് അബൂജഹലിന്റെ മകൻ ഇക്രിമ ഇരിക്കുന്നത്. ആ ഇക്രിമ റസൂലുള്ളാഹിനോട് പറയുന്നു, ഇൻകും തസ്വാദിഖൻ ഫദ്ഉ തിൽകൽ ഹജർ അല്ലദീ ഫിൽ ജാനിബിൽ ആഖർ ഫൽയസ്ബഹ് വലാ യഗ്റുഖ്. മുഹമ്മദേ, ഞങ്ങളോടും ലോകത്തോടുമൊക്കെ നീ പറയുന്ന ആദർശത്തിൽ നീ സത്യസന്ധനാണെങ്കിൽ, നീ പറയുന്നത് അത്രയും വിശ്വാസയോഗ്യമാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു മുഹമ്മദേ, ഈ പുഴയുടെ അപ്പുറത്ത് നിന്നൊരു കല്ല് ഈ പുഴയിലൂടെ നീന്തിയിട്ട് മുങ്ങാതെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങ് വരണം. എന്നിട്ടോ നിങ്ങൾ റസൂലാണെന്ന് ആ കല്ല് നമ്മുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കണം. സാധ്യമാണോ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്? ഒരാളുടെ വെല്ലുവിളിയുടെയും മുമ്പിൽ പതറാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചൂക്കോടുകൂടെ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. കണ്ടമോനെ, അല്ലാഹുവിന്റെ റസൂല് ഫഅശാറ ഇലൈഹി, കല്ലാണോ നിനക്ക് വരേണ്ടത്? എന്നാ ഇപ്പം വരും. കണ്ടോ, അല്ലാഹുവിന്റെ റസൂല് ആ പുഴയുടെ അപ്പുറത്തേക്ക് നോക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞ അതേ കല്ലിൽ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു. വിളിച്ചപ്പോ ഫൻഖലഅൽ ഹജറു മിൻ മകാനി, ആ കല്ല് യഥാസ്ഥാനത്ത് നിന്ന് ഉയർന്നു.
എന്നിട്ടതാ ആ കല്ല് മുങ്ങാതെ പുഴയിലൂടെ നീന്തി റസൂലുള്ളാന്റെ മുമ്പിലേക്ക് വന്നു. വശഹിദ ലഹു ബിർരിസാല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് തങ്ങള് റസൂല് തന്നെയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് ആ കല്ലങ്ങ് പറഞ്ഞപ്പോൾ ഫഖാല ലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്ഫീക ഹാദാ. മതിയോ ഇക്രിമാ, മതിയോ, ഇത് മതിയോ, ഇനി എന്തെങ്കിലും വേണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആ ഇക്രിമ പൂർണ്ണമായി പരാജയം സമ്മതിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ബഹുമാനം ഉൾക്കൊണ്ട് അവിടെ തന്നെ മറ്റൊരത്ഭുതം കൂടെ നടക്കുകയാണ്. അതാ ആ കല്ലിനോട് യഥാസ്ഥാനത്തേക്ക് തിരിച്ചു പോകാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കല്ല് യഥാസ്ഥാനത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതമല്ല. തങ്ങൾ വിളിച്ചപ്പോൾ വിനയത്തോടെ വന്നവരുണ്ട്, വന്ന വസ്തുക്കളുണ്ട്. അതല്ലേ ഒരഅറാബി റസൂലുള്ളാന്റെ സമീപത്ത് വന്ന് എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ അഅറാബി ചോദിക്കുകയാണ്, നബിയേ, ഞാൻ എന്താണ് സമ്മതിക്കേണ്ടത്? തങ്ങൾ റസൂലാണെന്നാണോ? തങ്ങൾ റസൂലാണെന്ന് ഞാൻ സമ്മതിക്കണമെന്നാണ് തങ്ങൾ പറയുന്നത്. എന്നാൽ എനിക്കതിനൊരു തെളിവ് നിങ്ങൾ ഹാജരാക്കി തരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കുകയാണ്, ഈ കാണുന്ന ഈ തപ്പന മരത്തിലുള്ള ഈ തപ്പന കുലയോട് എന്റെ മുമ്പിൽ വന്ന് ഞാൻ റസൂലാണ് നബിയാണെന്ന് സാക്ഷ്യം വഹിച്ചാൽ നീ അംഗീകരിക്കുമോ? إن دعوت هذا العذق من هذه النخلة أتشهد أني رسول الله. അള്ളാന്റെ റസൂൽ ഒരാൾ നന്നാകാൻ വേണ്ടി ചെയ്യുന്നത് നോക്ക്. അയാളുടെ നന്മയാണ് നബി തങ്ങളുടെ ലക്ഷ്യം. ആരെതിർത്താലും, ആര് വേദനിപ്പിച്ചാലും, ആര് കല്ലെറിഞ്ഞാലും, ആര് കൂക്ക് വിളിച്ചാലും അള്ളാന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കൂല. ഒരാൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്തിട്ട് അയാളത് അംഗീകരിക്കാതെ മുഖം തിരിച്ചു പോയാൽ ആ മനസ്സ് വേദനിക്കും തീർച്ചയാണ്. അത് നമ്മേക്കാൾ കൂടുതൽ വേദനിക്കുന്ന മനസ്സാട്. മുഅ്മിനീങ്ങൾക്ക് വരുന്ന ഏതേത് പ്രശ്നങ്ങൾക്കും പരാതികൾക്കും നോവുകൾക്കും നൊമ്പരങ്ങൾക്കും അവർക്കുണ്ടാകുന്ന വിഷമത്തേക്കാൾ അപ്പുറം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ സധൈര്യം ഖുർആൻ കൊടുക്കുന്ന മറുപടി എന്താണ്? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾ വേദനിക്കുന്ന കാര്യത്തിൽ അതീവ വിഷമം കാണിക്കുന്ന ആൾ അത് അല്ലാഹുവിന്റെ റസൂലാണ്. ജനങ്ങളെ, മുഅ്മിനീങ്ങളോട് നല്ല കൃപയും കാരുണ്യവുമുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ജനങ്ങളെ, അങ്ങനത്തെ ഒരു റസൂലാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരാളുടെ ഹിദായത്താണ്. നാളെ ആഖിറത്തിൽ അവൻ നരകത്തിൽ കടന്ന് വേദന അനുഭവിക്കുന്നത് തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ വിഷമിക്കുന്നത് കാണുമ്പോ കൈയടിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലോ നമ്മൾ ദേഷ്യം വെക്കുന്ന, നമുക്ക് വൈരാഗ്യമുള്ള ഒരാള്, അത് നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമ്മുടെ അയൽപക്കത്താകട്ടെ, നമ്മുടെ സൗഹൃദത്തിൽപ്പെട്ടതാകട്ടെ, നമ്മോട് കൂടെ ബിസിനസ്സിൽ പങ്കാളിയായവനാകട്ടെ, നമ്മുടെ മനസ്സിൽ അവനിക്കുണ്ടാകുന്ന വിഷമത്തിൽ സന്തോഷം വരുന്നു. അത് റസൂലുള്ളാന്റെ ചരിത്രം പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. ആ മനസ്സ് ശരിയായ മനസ്സായിട്ടില്ല എന്നതിന്റെ
എന്നതിന്റെ തെളിവാട് അല്ലാഹു റസൂലുള്ളാഹിന്റെ ബഹുമാനം പറയുന്ന മജ്ലിസിൽ വെച്ച് നമ്മുടെ ഖൽബ് അവൻ പൊരുത്തപ്പെട്ട ഹൃദയമാക്കി തരട്ടെ. ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞു മുസ്ലിമീങ്ങളെ. യാതൊരു മടിയും വേണ്ട. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുള്ള, അവര് നിറഞ്ഞു നിൽക്കുന്ന, നമ്മേക്കാൾ കൂടുതൽ ആവേശത്തോടെ കേൾക്കാൻ താല്പര്യത്തോടെ നിറഞ്ഞു നിൽക്കുന്ന മലായികത്തും ജിന്നുമുള്ള നല്ല മജ്ലിസ്, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ്. വിഷമം വേണ്ട. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മജ്ലിസ് പരിഹാരം നൽകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഈ തപ്പന മരത്തിലുള്ള ഈ തപ്പനക്കുലയെ ഞാൻ വിളിച്ചിട്ട് അതെന്റെ മുമ്പിൽ വന്ന് ഞാൻ റസൂലാണെന്ന് പറഞ്ഞാൽ മോനെ നിനക്ക് അംഗീകരിക്കാനാകുമോ? നഅം, അതേ തങ്ങളെ ഞാൻ അംഗീകരിക്കും. തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, നബുവത്തിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെന്ന് ഞാൻ അംഗീകരിക്കുമെന്ന് ആ അപരിഷ്കൃതനായ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഫദഅഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു. നബി തങ്ങൾ വിളിച്ചാൽ ലോകത്തുള്ള സർവരും വരാൻ താൽപര്യപ്പെടുന്നു. അപ്പോൾ ഫജഅല യൻസിലു മിനൻ നഖ്ല ഹത്താ സഖത ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തപ്പന മരത്തിൽ നിന്നതിറങ്ങി റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് ഇങ്ങ് വന്നു. എന്നിട്ട് നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിച്ചു. നബി തങ്ങൾ ഇർജിഉ പൊയ്ക്കോന്ന് പറഞ്ഞപ്പോ അത് അതിന്റെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. ഫഅസ്ലമൽ അഅറാബി മുസ്ലിമായി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി ഈ ഹദീസ് സ്വഹീഹാണെന്ന് കൃത്യമായി വിവരിക്കുന്നു. جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم كأنما سطرا لما كتبا فروعها من بديع الخط باللقم مثل الغمامة أن سار سائرة تقيه حر وطيء سل الحجير حميم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നബി തങ്ങൾ വിളിച്ചപ്പം മരങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് യാതൊരു വിമ്മിഷ്ടവും അനുഭവപ്പെട്ടിട്ടില്ല. തങ്ങൾ വിളിക്കുമ്പോൾ ആരും വരാൻ തയ്യാറാണ്. അപ്പോൾ സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നൂഹ് നബിക്ക് കൊടുത്ത ബഹുമാനത്തിന്റെയും അപ്പുറമല്ലേ കപ്പലിനെ മുങ്ങാതെ അല്ലാഹു നിയന്ത്രിച്ചത്? അത് നൂഹ് നബിക്ക് കൊടുത്ത ബഹുമാനമാണെങ്കിലും ഒരു കല്ല് വെള്ളത്തിൽ മുങ്ങാതെ അതാ പുഴയുടെ അപ്പുറത്ത് നിന്ന് ഇപ്പുറം വരെ റസൂലുള്ളാഹിനെ മാത്രം ലക്ഷ്യമാക്കി നീന്തി വരുമ്പോൾ ആ ബഹുമാനത്തോളം സമാനമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ബഹുമാനമുള്ള ഒരു മഹത്വം ഒരു നബിക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ഇനി നമുക്കൊന്ന് പാടാം. വകുല്ലു ആയിന്നത റുസുലുൽ കിറാമു ബിഹാ ഫഇന്നമ തസല മിൻ നൂരിഹി
ബിഹിമീ ചൊല്ലിക്കോ മദീനയിലേക്ക് സ്വലാത്ത് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ വസന്തം പെയ്തിറങ്ങുന്ന ഈ റബീഇന്റെ ധന്യമായ ദിനരാത്രികളിൽ ആ പരിശുദ്ധമായ മദീനത്തെ മണ്ണ് കൂട്ടിപ്പിടിച്ച് കടന്നുറങ്ങുന്ന പുണ്യ ഹബീബ് സന്തോഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. സ്വലാത്തിന്റെ ഒഴുക്ക് തന്നെയാകട്ടെ ഈ മജ്‌ലിസിൽ നിന്ന് മദീന ലക്ഷ്യമാക്കി. അത് മതിയല്ലോ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ, നമ്മുടെ നീറുന്ന അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ. അപ്പൊ മഹാനായ ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളും മുർസലീങ്ങളും ലോകത്ത് കൊണ്ടുവന്ന എന്തൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ടോ അതെല്ലാം റസൂലുള്ളാന്റെ പ്രകാശത്തിൽ നിന്ന് ശകലമാണ്. അതാണ് ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം നമുക്ക് വിവരിക്കുമ്പോൾ അവിടുത്തെ ബുർഉദ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചത് ഫഇന്നഹു ശംസു ഫളിൻഹും കവാകിബുഹാ യുൽഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ളുലമീ. അല്ലാഹുവിന്റെ റസൂല് ഔദാര്യത്തിന്റെ സൂര്യനാണെങ്കിൽ ആ സൂര്യനിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്ന സ്വൽപ്പം പ്രകാശം കൊണ്ട് ഇരുൾമുറ്റിയ ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രകാശം നൽകാൻ മഹാന്മാരായ അമ്പിയാക്കന്മാര് ശ്രമിക്കുന്നത് അതാ സൂര്യന്റെ ചുറ്റിലും പ്രകാശിക്കുന്ന ചില്ലറ നക്ഷത്രങ്ങൾ തന്നെ. നക്ഷത്രങ്ങൾ പ്രകാശങ്ങൾ ആവാഹിച്ചെടുക്കുന്നത് അത് സൂര്യനാകുന്ന മഹാപ്രപഞ്ചത്തിൽ നിന്നാണ്. അതാണ് ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളേക്കാൾ ബഹുമാനം ഇബ്രാഹിം നബിയുടെ ബഹുമാനം എന്തായിരുന്നു? നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നമ്രൂദിന്റെ തീകുണ്ടാരത്തിന്റെ സ്വഭാവം ഇബ്രാഹിം നബിയുടെ മുഅ്ജിസത്തായിട്ട് തന്നെ ലോകത്തിന് വായിക്കാൻ വേണ്ടി അല്ലാഹു അതങ്ങ് മാറ്റി. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം വഅറാദു ബിഹി കൈദാ. അല്ലാഹുവിന്റെ റസൂലായ ഇബ്രാഹിം നബിയെ പരാജയപ്പെടുത്താനാണ് നമ്രൂദും അനുയായികളും ലക്ഷ്യമാക്കി മാസങ്ങളോളം ദൈർഘ്യമുള്ള ആ തീകുണ്ടാരം കത്തിച്ച് അത്രയും ചൂടാക്കി ഇബ്രാഹിം നബി അതിലേക്ക് അങ്ങ് എറിയുമ്പോ അല്ലാഹുവിന്റെ മെസ്സേജ് വരുന്നു. തീയിനോട് അല്ലാഹു നിർദ്ദേശിക്കുന്നു, സമാധാനമുള്ള തണുപ്പാക് ഇബ്രാഹിം നബിക്കെന്ന്. ആ തീയുടെ ഒരു പോറൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെറിയ രോമങ്ങളുടെ ഒരു ഭാഗത്ത് പോലും ഏശിയില്ല. അത് ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. ഇനി നോക്ക് റസൂലുള്ളാന്റെ ബഹുമാനം. അതാ ഇമാം നസാഇ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. മഹാനായ മുഹമ്മദ് ഇബ്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു തിഫ്ലൻ ഫൻസബ്ബൽ ഖിദറു അലയ്യ വഹ്തറഖ ജിൽദി കുല്ലുഹു. മുഹമ്മദ് ഇബ്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് അടുപ്പത്ത് വെച്ചിരുന്ന ചട്ടിയിലെ വെള്ളം അല്ലെങ്കിൽ ആ പാത്രത്തിലെ തിളച്ച വെള്ളം അതങ്ങെന്റെ മേലിലേക്ക് അങ്ങ് ഒഴിഞ്ഞു, എന്റെ ശരീരത്തിലേക്ക് അങ്ങ് ചിന്തിപ്പോയി, എന്റെ തൊലി മുഴുവനും കരിഞ്ഞുപോയി, ഞാൻ മുഴുവനും വെന്തുപോയി. ഫഹമലനീ അബീ ഇലാ റസൂലില്ലാഹ്.
കണ്ടോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് എന്റെ ബാപ്പ എന്നെയും കൊണ്ടുപോയി. ഫതഫില സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജിൽദി വമസഹ ബിയദിഹി അലൽ മുഹ്തറഖ് വഖാല അദ്ഹിബിൽ ബഅസ റബ്ബന്നാർ ഫസിർതു സ്വഹീഹൻ ലാ ബഅസ ബി. ഇതെന്റെ വകയിലല്ല, ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇമാം അബൂ ദാവൂദ് തങ്ങൾ, ഇമാം ഇബ്നു മാജ തങ്ങൾ, അങ്ങനെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ മുസ്നദിലും, ഇമാം ബൈഹഖി തങ്ങൾ സുനനുൽ കുബറയിലും, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിലും, ലോകത്തുള്ള സർവ്വ ഹദീസ് പണ്ഡിതന്മാരും ആധികാരികമായി അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇത് റഫീഖ് ഹസനിയുടെ വക പറയുകയല്ല. എന്റെ ബാപ്പ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് എന്നെ കൊണ്ടുപോയി അവിടുത്തെ പരിശുദ്ധമായ ഉമിനീര് എന്റെ ശരീരത്തിലങ്ങ് പുരട്ടി. വെന്ത് കരിഞ്ഞ ഭാഗം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീര് തട്ടലോടുകൂടെ അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ടങ്ങ് തടവി. ഫസിർതു സ്വഹീഹാ ലാ ബഅസ ബി. അങ്ങനെ തിളച്ച വെള്ളത്തിന്റെ ഒരു പാത്രം എന്റെ ശരീരത്തിലേക്ക് ചിന്തിയിട്ടില്ലാത്ത രൂപത്തിൽ ഞാൻ നല്ല ആരോഗ്യവാനായി, തൊലിക്കോ ശരീരത്തിനോ ഒരു കേടും പറ്റാത്തവനായി, വളരെ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് കൊണ്ട് ഞാൻ മാറിപ്പോയി. മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത ബഹുമാനത്തിന്റെയും അപ്പുറം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ല തീ സ്പർശിച്ചത്, തങ്ങളുടെ ശിഷ്യനായിരുന്ന സ്വഹാബിയുടെ മകന് സ്പർശിച്ച തീയുടെ കാരണം കൊണ്ട് ആ മകന്റെ ശരീരത്തിൽ പൊള്ളലേറ്റപ്പോൾ, തൊലിയങ്ങ് കരിഞ്ഞപ്പോൾ, ഉമിനീരും സ്പർശനവും അങ്ങ് ഏറ്റ സമയത്ത് മുഴുവനും മാറിപ്പോയെങ്കിൽ റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനം എത്ര! ഇങ്ങനെ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ബഹുമാനം കൊടുത്തു. അതിന്റെ 10 മടങ്ങ് ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തു. അതുകൊണ്ട് പ്രവാചകന്മാരുടെ സ്ഥാനത്തിന് യാതൊരു കുറവും പറ്റുന്നില്ല. ചില ആളുകൾ ചിന്തിക്കും, എല്ലാ അമ്പിയാക്കളുടെയും ബഹുമാനം അത് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ. അല്ല, അവർക്കൊക്കെയും അഭിമാനമാണ്. കാരണം അവരുടെ എല്ലാവരുടെയും നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ മഹ്ശറയിൽ ചെല്ലുന്ന സമയം നമ്മൾ എല്ലാവരെയും സമീപിക്കും. തുടങ്ങുന്നത് ആദം നബി മുതൽക്കാണ്. ആദം നബിയോട് ചെന്നിട്ട് പറയുന്നത് തന്നെ എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ ആദ്യ പിതാവല്ലേ എന്നാണ്. അതൊക്കെ ശരിയാ മക്കളെ, പക്ഷെ സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ ഇടപെടാനുള്ള അധികാരം നമ്മുടെ ഒക്കെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അശ്ശഫാഅത്തുൽ ഉളുമാ, ഏറ്റവും വലിയ റെക്കമെൻഡിനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ അത് ഇവിടെ ലഭിച്ചിട്ടുള്ള നേതാവ് നിങ്ങളുടെ മാത്രമല്ല, എനിക്കുകൂടെ മകനാണെന്ന നിലയ്ക്ക് അഭിമാനിക്കാവുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ചേർത്തി നോക്കുമ്പോ ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളുടെയും അറിവ് വലിയ പേമാരി പെയ്തിറങ്ങുന്നതിൽ നിന്ന് ഒരൂമ്പെടുത്ത് വായിലേക്കാക്കുന്നത് പോലെ
പാരാവാരം വിശാലമായി കിടക്കുന്ന ആ കടലിൽ നിന്ന് ഒരിറ്റ് വെള്ളം കോരിയെടുത്തതുപോലെ അതാണ് നബി തങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോ മുഴുവൻ അമ്പിയാക്കളുടെയും അറിവ്. എന്നാൽ ലോകത്തുള്ള സർവ്വരേക്കാളും അറിവിന്റെ മഹാസാഗരങ്ങളായ പ്രവാചകന്മാർ റസൂലുള്ളാഹിയിലേക്ക് ചേർത്തി നോക്കുമ്പോ സ്വൽപ്പമാണ്. ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുതാദുഹു ഫീ ഇൽമിൻ വലാ കറമി. അവരൊക്കെയും ഒരു പോയിന്റ് ബിന്ദുവിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. തങ്ങൾ അറിവിന്റെ മഹാപ്രപഞ്ചമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത് വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. തങ്ങൾക്ക് അല്ലാഹു ചെയ്ത ഔദാര്യം ഗംഭീരമാണ്. ഏറ്റവും വലിയ ഔദാര്യം അറിവാണ്. നോളേജ് ഈസ് എ നെവറിംഗ് എൻഡിങ് പർസ്യൂട്ട്. അത് തീരാത്ത ഒരു വല്ലാത്ത പ്രവാഹമാണല്ലോ അറിവെന്ന് പറയുന്നത്. ആ അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മേഖലകളും കീഴടക്കി. അതാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമായി പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബഹുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനം എന്തായിരുന്നു? അവിടുന്ന് വടി നിലത്തിട്ടാൽ പാമ്പാകുന്നു. അവിടുത്തെ കയ്യതാ കക്ഷത്തിൽ വെച്ചെടുത്താൽ അത് പ്രകാശിക്കുന്നു. ഓരോ പ്രവാചകന്മാർക്കും അവരവരുടേതായ ബഹുമാനങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിന്റെ ബഹുമാനം എത്രയാണ്! സഹോദരങ്ങളെ, ചരിത്രങ്ങളാകുന്ന ചരിത്രം മുഴുവനും പരിശോധിക്ക്. ഒരൊറ്റ വിഷയമാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് വേണ്ടി ചാരി നിന്നിരുന്ന ഒരു ഈത്തപ്പന തടിയുണ്ടായിരുന്നു. ഈത്തപ്പന തടികൾ വെച്ചുകൊണ്ട് മേൽക്കൂര നിർമ്മിച്ച്, ഇന്നത്തെ ഇതുപോലെയുള്ള ടെറസ് സംവിധാനമില്ലാത്ത കാലത്ത് ഈത്തപ്പന മണലുകൊണ്ട് നെയ്തുണ്ടാക്കി നിർമ്മിച്ച പന്തല് പോലെയുള്ള പള്ളികളിൽ അവിടെയതാ ഒരു ഈത്തപ്പന തടി നാട്ടിയിട്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ഖുതുബ ഓതിയിരുന്നത്. ആ ഖുതുബയ്ക്ക് ഇടയിൽ അതാ മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഹല്ലക അൻ നജഅല ലക മിംബറൻ തഖൂമു അലൈഹി യൗമൽ ജുമുഅ. വെള്ളിയാഴ്ചയാകുമ്പോ ജനങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ ഒരു മിമ്പർ ഉണ്ടാകുന്നത് നല്ലതല്ലേ തങ്ങളെ? ആ മിമ്പറമ്മൽ കയറിയിട്ട് തങ്ങൾ ഖുതുബ ഓതുമ്പോ ഞങ്ങൾക്കൊക്കെ കാണാൻ നല്ല സന്തോഷമാണ്. വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം, റോമക്കാരനായ ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുന്നത്, തങ്ങൾക്ക് വേണ്ടി ഞാനൊരു മിമ്പർ നിർമ്മിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. 3 സ്റ്റെപ്പുള്ള മിമ്പർ സ്ഥാപിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ അംഗീകാരമാണ്. ആ മിമ്പറിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഖുതുബ നിർവഹിക്കുന്നത്. ഫലമ്മാ സ്വനഅ വദഅഹു റസൂലുള്ളാഹി മൗദിഅഹു അല്ലദീ ഹുവ ഫീ. ഈ തപ്പനത്തടി നേരത്തെ ഖുതുബക്ക് ഉപയോഗിച്ചിരുന്ന ആ ഈ തപ്പനത്തടി നിൽക്കുന്ന സ്ഥലത്ത് ആ മിമ്പർ വെച്ച്, എന്നിട്ട് ഈ തപ്പനത്തടി ഒരു ഭാഗത്തേക്ക് അങ്ങ് നീക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്. ഖുതുബക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പുതിയ മിമ്പറിൽ അങ്ങ് കയറിയപ്പോൾ സ്വഹാബത്ത് പറയുന്നത് നോക്ക്, സമിഅനാ ലിദാലിക്കൽ ജിദ്ഇ സൗതൻ കസൗതിൽ ഇശാ.
പൂർണ്ണ ഗർഭം ധരിച്ച ഒരൊട്ടകം കരയുന്നതുപോലെ പഴയ ഈത്തപ്പനത്തടി കരഞ്ഞു. ഇന്ന് മുതൽക്ക് തങ്ങളെന്നെ വേണ്ടാന്ന് വെച്ചു അല്ലേ? ഇത്രയും കാലം ആ ബറക്കത്ത് എനിക്ക് കിട്ടാവുന്നത് ഇന്നു മുതൽക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ സങ്കടമാണ്. ആ ഈത്തപ്പനത്തടി അങ്ങ് കരഞ്ഞു. മഹാന്മാര് പറയുന്നത് നോക്കൂ, വഇന്നമാ യസ്താഖു ഇലാ ബറകത്തിർ റസൂൽ. ആ ഈത്തപ്പനത്തടി കരഞ്ഞതെന്തിനാണ്? അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ്. വയതഅസ്സഫു അലാ മുഫാറഖതിഹി, തങ്ങളുടെ വേർപാടിൽ ദുഃഖിച്ചുകൊണ്ടാണ്. ഈ ഒരു വലിയ ബഹുമാനത്തിലേക്ക് ലോകത്തൊരു പ്രവാചകരും എത്തിയിട്ടില്ല. വടി താഴെയിട്ടപ്പത് പാമ്പായി എന്നത് ശരിയാണ്, പക്ഷേ സംസാരിച്ചിട്ടില്ലല്ലോ. ഈ തപ്പനത്തടി സംസാരിച്ചില്ലേ? അത് പൊട്ടിക്കരഞ്ഞില്ലേ? അവിടെ നമുക്കൊരു വലിയ പാഠമുണ്ട് മുസ്ലിമീങ്ങളെ. അതാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നത്. വഹന്നാ ഇലൈഹിൽ ജിദു ശൗഖം വരിഖതാ വറജഅ സൗതൻ കൽ ഇശാരി മുറതിദാ. തങ്ങളോടുള്ള താൽപര്യം കാണിച്ചുകൊണ്ട് ആ ഈത്തപ്പനത്തടിയങ്ങ് കരഞ്ഞു. ഗർഭിണിയായ ഒരു ഒട്ടകത്തിൽ നിന്ന് ഗർഭം ചുമന്ന കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആളുകൾ അത് ആ കുട്ടിയെ പുറത്തേക്ക് എടുക്കുന്ന സമയം വേദനിച്ചുകൊണ്ട് ആ ഒട്ടകം കരയുന്നത് പോലെ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ഖുതുബക്ക് ഉപയോഗപ്പെടുത്തിയിരുന്ന ഈ തപ്പനത്തടി കരഞ്ഞു. ഉടനെ തന്നെ മിമ്പറിൽ നിന്ന് നബി തങ്ങൾ ഇറങ്ങി ഈ തപ്പനത്തടിയെ ചേർത്തങ്ങ് പിടിച്ചു. സമാധാനിപ്പിച്ചപ്പോൾ ഈ വെള്ളിയാഴ്ചയും എനിക്ക് ആ ബറക്കത്ത് കിട്ടിയല്ലോ. സന്തോഷം കൊണ്ട് അതിന്റെ കരച്ചിൽ അവസാനിപ്പിച്ചു. ഫബാദറഹു ലമ്മം ഫഖറ ലിവഖതിഹി لكل امرئ من دهره ما تعودا. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി. ഈ മുഹമ്മദിന്റെ ശരീരം ആരുടെ അധീനതയിലാണോ ആ റബ്ബാണ് സത്യം. ലൗലം അൽതസിംഹു ലമാ സാല ഹകദാ ഹത്താ തഖൂമ الساعة ഹുസ്നൻ അലാ റസൂലില്ലാഹ്. സ്വഹാബത്തെ, ഞാനെങ്ങാനും മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ തപ്പനത്തടിയെ ഞാനൊന്ന് ചേർത്ത് പിടിച്ചിട്ട് സമാധാനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഈ തപ്പനത്തടി കരഞ്ഞുകൊണ്ടേയിരിക്കും. സ്വഹാബാ, ഞാൻ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനങ്ങ് കൂട്ടിപ്പിടിച്ചപ്പോ അതിന്റെ സന്തോഷം കൊണ്ട് അതിന്റെ കരച്ചിലടക്കി. എന്നിട്ട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്? ഫഅമറ ബിഹി ഫദുഫിന. നബി തങ്ങൾ പറഞ്ഞു, ഒരു കുഴി കുത്തിയിട്ട് അതിനെ മറവ് ചെയ്യാൻ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ സ്നേഹവും ബഹുമാനവും ആദരവും ബറക്കത്തും ലക്ഷ്യമാക്കി ഒരേ തപ്പനത്തടിയാണ് കരഞ്ഞതെങ്കിൽ വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായത് അത് മൂസാ നബിയുടെ മുഅ്ജിസത്തിനേക്കാൾ റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനം ഗംഭീരമാണ്. കണ്ടില്ലേ നിങ്ങൾ? ലമ്മ അറാദ അബൂ ജഹ്ലിൻ അൻ യർമിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഹജർ. ഇനി നോക്ക്, വടി ഇട്ടപ്പോഴാ പാമ്പായത് അല്ലേ? എന്നാ വടി ഇല്ലാതെ തന്നെ നബി തങ്ങളുടെ ശരീരത്തിൽ പാമ്പിനെ കണ്ട ഒരാളുണ്ട്. ആരായിരുന്നു അത്? അബൂ ജഹ്ല.
മൂപ്പര് ഓരോ നോട്ടത്തിന് പാമ്പ്, സിംഹം ഇങ്ങനൊക്കെ ഉള്ളതാ കാണുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ കാണാനുള്ള കണ്ണ് മൂപ്പർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഇങ്ങനത്തൊക്കെ കണ്ടിട്ട് പേടിക്കാനുള്ള ഒരു അവസരമാണ് മൂപ്പർക്ക് ഉണ്ടായത്. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എറിയാൻ തീരുമാനിച്ചു, കല്ലെടുത്ത് എറിയാൻ തീരുമാനിച്ചു. നോക്കണേ, എന്തൊരു വലിയ ശത്രുത! മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെടുത്തെറിയാൻ അബൂജഹൽ തീരുമാനിച്ചപ്പോൾ റആ അലാ കതിഫൈഹി ഖുർബാനൈൻ, റസൂലുള്ളാന്റെ ഇരുചുമലിലും 2 പാമ്പുകളെ കാണുന്നു. ഫൻസറഫ മറൂബാ, കല്ലും നിലത്തിട്ടവനങ്ങ് തിരിഞ്ഞോടിപ്പോയി. അനുയായികൾ ചോദിച്ചു, പോയ സ്പീഡ് കാണില്ലല്ലോ ഈ വരവില്. ഇത് പടച്ചവനെ, ഇത് പിന്നെ വയനാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതുപോലെയാണ്. പോക്ക് പറയാൻ വലിയ താല്പര്യമായിരുന്നു. എല്ലാവരോടും വലിയ താല്പര്യത്തോടുകൂടെ ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണ്, ഞാൻ ചുരം കാണാൻ വേണ്ടി പോവുകയാണ്, ഇത്ര ചുരങ്ങൾ കയറാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ആവേശത്തോടുകൂടെ അവനങ്ങ് ടൂറ് പോയപ്പോ തിരിച്ചു വന്ന അവനെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. അന്വേഷിച്ചപ്പോ അവന് പനിച്ച് വിറച്ച് ആകെ പേടിച്ചിട്ട് ആ വീട്ടിലെത്തിയിട്ടുള്ളത്. പോയ ഊക്കൊന്നും പിന്നെ വന്നിട്ട് കാണില്ല. പരിയായികൾ ചോദിച്ചു, അല്ല ഈ പോയ ഊക്കൊന്നും കാണുന്നില്ലല്ലോ, എന്തേ സംഭവിച്ചത്? സംഭവിച്ചതൊന്നും പറയണ്ട, നമ്മൾ ചെന്നത് എറിയാനാണ്, പക്ഷെ പേടിച്ചോടിയത് നമ്മളാണ്. കാരണം മുഹമ്മദിന്റെ ഇരു ചുമലിലും 2 സർപ്പങ്ങൾ. വാ, അന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്ന ഊക്കിൽ ഇങ്ങനെ നിൽക്കാണ്. ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു, ഞാൻ കല്ലും നിലത്തിട്ടോടി. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനെന്തിനാ ഈ ഉദ്ധരണി പറയുന്നതെന്ന് അറിയോ? ചിലപ്പോൾ ഞമ്മക്ക് തോന്നും, പടച്ചോനെ ഇതൊന്നും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണോ ഇതിന്റെ അപ്പുറല്ലേ? ഇൻഷാ അല്ലാഹ് നാളെ പറയും അതിന്റെ ബാക്കി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കേൾക്കണം. അതുകൊണ്ടാണ് ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞത്, ഇത് പറഞ്ഞാൽ തീരൂല, ഇതെങ്ങനെ പറയണമെന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഞ്ഞ് പെയ്തിറങ്ങുന്ന രാത്രിയിൽ, നല്ല മന്ദമാരുതൻ നമ്മെ തേടി വരുന്ന ഈ രാത്രിയിൽ മനസ്സുകൊണ്ട് വരട്ടെ ഹബീബിലേക്ക്, ആ മനസ്സിലേക്കൊന്നടുക്കട്ടെ ഹബീബിനോടുള്ള മഹബത്ത്. ആ ബറക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിനെ പൂർണ്ണമായി നമുക്ക് ഇത്തിബാ ചെയ്യാൻ പടച്ചവനെ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. ഈ റബീഅ് നമുക്ക് ആഘോഷിക്കേണ്ടത് ഇങ്ങനെയാണ്. റസൂലുള്ളാഹിന്റെ ബഹുമാനം പറഞ്ഞ് ആഘോഷിക്കണം, ഹബീബിന്റെ മദ്ഹ് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സ് സന്തോഷിക്കണം. എന്നിട്ട് ഈ മനസ്സിനെ തേടി നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂല് പ്രതീക്ഷിച്ചിരിക്കണം. എന്നിട്ട് അവിടുത്തെ ജിവാറിൽ ഒരു സീറ്റ് കിട്ടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂസാ നബിയുടെ കൈ പ്രകാശിച്ചുവെന്നത് മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം നോക്ക്. ഫൗതിയ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ലം യസൽ നൂറൻ യന്തഖിലു ഫീ അസ്ലാബിൽ ആബാഇ വബുതൂനിൽ ഉമ്മഹാതി മിൻ ലദുൻ آدم إلى أن انتقل إلى عبد الله أبي. അള്ളാന്റെ റസൂലിന്റെ ഒളിവാണ് അള്ളാഹ് ആദ്യമായി സൃഷ്ടിച്ചത്. ആ പ്രകാശം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഓരോ മുതുകിലൂടെ, ഓരോ ഗർഭാശയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ ചലിപ്പിച്ച് അവസാനം ഉമ്മ ആമിനയുടെയും ബാപ്പ അബ്ദുല്ലാഹിയുടെയും അതാ മുതുകിലും ഗർഭാശയത്തിലേക്കും പ്രകാശമെത്തുന്നു.
തങ്ങള് തന്നെ നൂറായിരുന്നു. മൂസാ നബിയുടെ കയ്യിലല്ലേ നൂറ് വന്നത്, മൂസാ നബിയുടെ കയ്യിലല്ലേ പ്രകാശം വന്നത്, തങ്ങള് തന്നെ നൂറാണ് കേട്ടോ. ഖുർആൻ തന്നെ റസൂലുള്ളാഹിനെ പറഞ്ഞ പേര് നൂറെന്നാണ് കേട്ടോ. അത്രയും വലിയ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ഉബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻ, ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻ, അവര് റസൂലുള്ളാഹിന്റെ സമീപത്തിരുന്ന് ദർസ് പഠിക്കുകയാണ്, അവര് ദീൻ പഠിക്കുകയാണ്, അവരറിവ് സമ്പാദിക്കുകയാണ്. അങ്ങനെ അവര് വീട്ടിലേക്ക് പോകുമ്പോ പാതിരാത്രിയായി ണ്ട്. അന്നാണെങ്കിലോ നല്ല ഇരുൾ മുറ്റിയ രാത്രിയാണ്, കടുപ്പമുള്ള ഇരുട്ടുള്ള രാത്രിയാണ്. ثم خرجا وبيد كل واحد منهما عصا. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് നിന്ന് അവർ രണ്ടുപേരും പുറപ്പെടുമ്പോൾ രണ്ടാളുടെ കയ്യിലും ഓരോ വടിയുണ്ട്. വബിയദി കുല്ലി വാഹിദിൻ മിൻഹുമാ അസൻ, ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ വടിയുണ്ട്. ഫഅമാഅത് ലഹുമാ അസാ അഹദിഹിമാ. റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോകാൻ ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ രണ്ടുപേരുടെയും കയ്യിലുണ്ടായിരുന്ന വടിയിൽ ഒരു വടിയങ്ങ് പ്രകാശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ നിന്ന് അറിവ് പഠിച്ച് ഇറങ്ങുന്ന ശിഷ്യന്മാരായ സ്വഹാബത്തിന് അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. ഇത് കിട്ടിയത് നബി തങ്ങളിൽ നിന്നാണ്. ഇതിനേക്കാൾ എത്രയോ വലുതാണെന്ന് പറയാൻ പറ്റുമോ മൂസാ നബിയുടെ ബഹുമാനം? അപ്പൊ മൂസാ നബിക്ക് കൊടുത്ത മുഅ്ജിസത്തിന്റെയും അപ്പുറമുള്ള ബഹുമാനം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തു. അങ്ങനെ ഫമശയാ ഫീ ളൗഇഹിമാ, ആ വടിയുടെ പ്രകാശത്തിലായിട്ട് അവരങ്ങ് നടന്നു. ഹത്താ ഇദ ഇഫ്തറഖത് ബിഹിമുത് ത്വരീഖ് അളാഅത് ലിൽ ആഖിരി അസാ. പിന്നെ ഒരു ജംഗ്ഷനാട്, അവിടെ നിന്ന് രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് അങ്ങ് കടക്കുകയാ. ഇതുവരെ രണ്ടുപേരും ഒരുമിച്ചാ നടന്നത്. അപ്പൊ രണ്ടുപേരുടെയും കയ്യിലുണ്ടായിരുന്ന വടിയിൽ ഒരു വടിയുടെ വെളിച്ചം, അത് മതി അവർക്കെമ്പാടും. പിന്നെ അവരുടെ വഴികളിലേക്ക്, വീടുകളിലേക്ക്, ഇരു റൂട്ടിലേക്ക് അവർ രണ്ടുപേരും അങ്ങ് പ്രവേശിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, അവ രണ്ടുപേരുടെയും കയ്യിലുള്ള ഓരോ വടികളും സെപ്പറേറ്റ് പ്രകാശിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് എല്ലാവരേക്കാളുമുള്ള ബഹുമാനമാണ് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ വടി കൊണ്ടങ്ങ് അടിച്ചപ്പോൾ പാറ പിളർന്നു. നല്ല ഉറവ് ജലം അതിൽ നിന്ന് അത്ഭുതകരമായി വന്നു. എന്നാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം എന്തായിരുന്നു? അവിടുത്തെ കൈവിരലുകൾക്കിടയിലൂടെ അല്ലാഹു നല്ല ഉറവ് ജലം വരുത്തി. ഇത് പറഞ്ഞുകൊണ്ടതാ മഹാന്മാര് പറയുന്നത് നോക്ക്. വമിമ്മാ ഉഅ്തീഹി മൂസാ അലൈഹിസ്സലാം തഫ്ജീറുൽ മാഇ ലഹു മിനൽ ഹിജാറ, കല്ലിൽ നിന്ന് പിളർത്തിയിട്ട് ഉറവ് ജലം അല്ലാഹു അത്ഭുതകരമായി മൂസാ നബിയുടെ മുഅ്ജിസത്തെന്ന നിലക്ക് അല്ലാഹു കൊടുത്തെങ്കിൽ ഉഅ്തിയ സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയ ബഹുമാനം എന്താണ്? അന്നൽ മാഅ തഫജ്ജറ മിൻ ബൈനി അസാബിഇഹി, വിരലുകൾക്കിടയിലൂടെ നല്ല ഉറവ് ജലം അല്ലാഹു വരുത്തി.
വഹാദാ അബ്ലഹു, ഇതാണ് മൂസാ നബിയുടെ സംഭവത്തെക്കാളും മികച്ചു നിൽക്കുന്ന സംഭവം. കാരണം ലിഅന്നൽ ഹജറ മിൻ ജിൻസിൽ അർദില്ലതി യംബുഉ മിൻഹൽ മാ, കല്ലെന്ന് പറയുന്നത് അത് ഭൂമിയിൽപ്പെട്ടതാണ്. അത് തന്നെയാണല്ലോ ഉറവ് ജലത്തിന്റെ മാനദണ്ഡമായിട്ട് ഇന്നും ഗണിക്കപ്പെടുന്നത്. എന്നാൽ വലം തജിരിൽ ആദതു ബിനബഇൽ മാഇ മിനൽ ലഹ്മി, ശരീരത്തിലോടുന്ന രക്തം പരിണമിച്ച് ശുദ്ധജലമായത് ചരിത്രത്തിലെവിടെയും കാണൂല. അത് റസൂലുള്ളാഹിന്റെ ബഹുമാനം തന്നെ. അതാണ് മുത്തുനബി ഉത്കൃഷ്ടതയുടെ മഹാപ്രപഞ്ചമാണെന്ന് പറഞ്ഞത്. കണ്ടില്ലേ മഹാന്മാര് പറഞ്ഞത്, വകുല്ലു മുഅ്ജിസത്തിൻ ലിർറുസുലി ഖദ് സലഫ വഫാ ബിഅജബ മിൻഹാ ഇൻദ ഇൽഹാരി. എല്ലാ അമ്പിയാക്കളും കാണിച്ച അവരവരുടേതായ മുഅ്ജിസത്തുകൾ ഓരോന്നോരോന്ന് പരിശോധിക്കുമ്പോഴും അതിനേക്കാൾ ആശ്ചര്യകരമായ സംഭവമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനങ്ങൾ. ഫമൽ അസാ ഹയ്യതൻ തസ്ആ ബിഅജബ മിൻ ശക്വൽ ബഈരി വലാ മിമ്മശിയസ്ജാരി. വടി നിലത്തിട്ടപ്പോൾ അതിടഞ്ഞിടഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു പാമ്പായി തീർന്നുവെന്നത് അത് മൂസാ നബിയുടെ മുഅ്ജിസത്താണെങ്കിലോ മോനെ നോക്ക്, കണ്ടില്ലേ മരങ്ങൾ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് നടന്നു വന്നു. ഒട്ടകം റസൂലുള്ളാഹിന്റെ മുമ്പിൽ അന്യായം ബോധിപ്പിച്ചു. ജീവികൾ അവരവരുടെ പരാതികൾ പറഞ്ഞു. ഇതിനേക്കാൾ അതത്ഭുതമാണോ? വലം ഫിജാറു മഈ നിൽമാഇ മിൻ ഹജരി അശദ്ദു മിൻ സൽസലിം മിൻ കഫിഹി ജാരി. പാറക്കടിച്ചപ്പോൾ പാറ പിളർന്ന് അതിൽ നിന്ന് നല്ല ശുദ്ധജലം പ്രവഹിച്ചുവെന്നത് അത് മൂസാ നബിയുടെ മുഅ്ജിസത്താണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് നല്ല ശുദ്ധജലം വന്നുവെന്ന് പറഞ്ഞാൽ അതിനേക്കാളൊന്നും മൂസാ നബിയുടെ മുഅ്ജിസത്തിന് കടുപ്പമില്ല. ഉത്കൃഷ്ടതയുടെ മഹാപ്രപഞ്ചമേ, മദീനയുടെ രാജാവേ, മുഅ്മിനീങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ കിരീടം വെക്കാത്ത രാജകുമാരനേ, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഓരോ പ്രവാചകന്മാരുടെ ബഹുമാനവും പറയാനുണ്ട്. അവരവരുടെ ബഹുമാനത്തിന്റെ മികവ് റസൂലുള്ളാഹിക്ക് കിട്ടിയത് പറയാനുണ്ട്. അല്ലാഹു റസൂലുള്ളാഹിക്ക് കൊടുത്ത ആദരവ് ഇങ്ങനെ നമ്മളങ്ങ് കമ്പയർ ചെയ്ത് പറയുമ്പോ എന്ത് നല്ല രസമാണല്ലേ. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബിക്ക് അല്ല കൊടുത്തത് ഭംഗിയാണ്. ഏത് ഭംഗി സഹോദരാ? അതാ കൊട്ടാരത്തിലെ സലീഹ. ആ സലീഹയെ നാട്ടിലുള്ള സർവ പെണ്ണുങ്ങളും ആക്ഷേപിച്ചു. അല്ല സലീഹ, ഉളുപ്പില്ലേ നിനക്ക്? വീട്ടിലൊരു ജോലിക്ക് വേണ്ടി ഒരു പയ്യനെ കൊണ്ടുവന്ന് എന്നിട്ടവനെ വശീകരിക്കാൻ ഏതെങ്കിലും ഒരാള് ആഗ്രഹിക്കുമോ? ആക്ഷേപമങ്ങ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അതാ സലീഹ എന്തു ചെയ്തു? ആ ആക്ഷേപിക്കുന്ന സർവ സ്ത്രീകളെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവർക്കൊരു നല്ല സൽക്കാരം കൊടുക്കാൻ തീരുമാനിച്ചു. അവരുടെ കയ്യിൽ നല്ല ഒരു പഴം കൊടുത്തു. അത് മുറിക്കാൻ അവർക്ക് തന്നെ അറേബ്യൻ സ്റ്റൈൽ എന്ന നിലക്ക് ഒരു കത്തിയും കൊടുത്തു.
പഴം മുറിച്ചു വെക്കുന്ന ഏർപ്പാട് നമ്മളെ സ്റ്റൈല്. എന്നാൽ അറബികളെ സ്റ്റൈല് പഴങ്ങളെല്ലാം ഒരുക്കി വെച്ച് അത് യഥേഷ്ടം അവരവരുടേതായ കാഴ്ചപ്പാടും ഇഷ്ടവും അനുസരിച്ച് മുറിക്കാൻ സൗകര്യത്തിനൊരു കത്തി വെച്ചു കൊടുക്കുന്നത്. ഈ ഒരു ശൈലിയായിരുന്നു അവിടെ സ്വീകരിച്ചത്. അവരവരുടെ കയ്യിലുള്ള ആപ്പിൾ അത് മുറിക്കാനുള്ള കത്തിയും പിടിച്ച് അവരത് കഴിക്കാനുള്ള താല്പര്യത്തോടെ ഇരിക്കുമ്പോൾ യജമാനത്തിയുടെ ഓർഡറാണ് യൂസുഫ് നബിയോട് മുന്നിലൂടെ അങ്ങ് നടക്കാൻ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങ് നടന്നപ്പോൾ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ കണ്ണം ചിപ്പിപ്പോയി. അവര് മുഴുവനും അറിയാതെ കൈവിരൽ മുറിച്ചുപോയി. അതൊക്കെ അങ്ങ് കഴിഞ്ഞപ്പോൾ സലീഹ പറഞ്ഞു, എന്തേ ആപ്പിളിന് പകരം വിരല് മുറിച്ചല്ലേ? എങ്ങോട്ടാ നിങ്ങൾ ശ്രദ്ധിച്ചത്? അവര് പറഞ്ഞു, സോറി സലീഹ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഇത്ര വലിയ അഴകിന്റെ മഹാസമുച്ചയമായിരുന്നു നിന്റെ വീട്ടിലുള്ള ഈ അടിമയെങ്കിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. സൂറത്ത് യൂസുഫിൽ കണ്ടില്ലേ നിങ്ങൾ? ഫദാലികുന്നല്ലദീലും തുന്നനീ ഫീഹി. ഇവന്റെ കാര്യത്തിലാ നിങ്ങളൊക്കെ എന്നെ ആക്ഷേപിച്ചത്. ആരാ ഈ കുട്ടിയെ കാണുമ്പോ താല്പര്യപ്പെടാതിരിക്കുക? നിങ്ങൾ തന്നെ ഒരൊറ്റ സെക്കൻഡിൽ മനം തെറ്റിപ്പോയി വിരല് ചെത്തിയില്ലേ? ആ യൂസുഫ് നബിക്ക് അള്ള കൊടുത്തത് സൗന്ദര്യത്തിന്റെ അർദ്ധഭാഗമാണെങ്കിൽ ഫഹുവല്ലദീ തമ്മമഅനഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسم منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم. صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉള്ളും പുറവും സംശുദ്ധമാണ്, സമ്പൂർണമാണ്. നമുക്കൊക്കെ എത്ര ന്യൂനതകളാണല്ലേ! എത്ര പേരുണ്ട് ഹാർട്ട് കംപ്ലൈന്റ് ഉള്ളവർ, എത്ര പേരുണ്ട് ശ്വാസതടസ്സമുള്ളവർ, എത്ര പേരുണ്ട് കിഡ്നി കംപ്ലൈന്റ് ഉള്ളവർ, എത്ര പേരുണ്ട് നടത്തത്തിലും ഇരുത്തത്തിലും വൈകല്യമുള്ളവർ, എത്ര പേരുണ്ട് സ്വഭാവത്തിൽ വ്യത്യാസമുള്ളവർ. എന്തിനാ നമ്മൾ സമ്പൂർണ്ണത കൈവരിച്ചത്? ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് കുറവാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ഉള്ളും പുറവും സമ്പൂർണ്ണത കൈവരിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിന്റെ പൂർണ്ണ ഭാഗം തന്നെ അള്ളാന്റെ റസൂലിന് അംശയിക്കപ്പെടാത്ത വിധം അതിന്റെ സത്ത തന്നെ നൽകപ്പെട്ടു. മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ സൗന്ദര്യത്തെ ഞാൻ നാളെ വർണ്ണിക്കും സഹോദരങ്ങളെ, അല്ലാഹു തൗഫീഖ് ചെയ്താൽ. അവിടുത്തെ പുരികമെങ്ങിനെ, അവിടുത്തെ പല്ലെങ്ങിനെ, അവിടുത്തെ ശരീരമെങ്ങിനെ, അവിടുത്തെ ശിരസെങ്ങിനെ, അവിടുത്തെ ശരീരത്തിന്റെ സർവ്വതും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന് രാപ്പകലുകൾക്ക് സാക്ഷികളായ അസ്ഹാബു റസൂലില്ലാഹി കളവിന്റെ ലാഞ്ചനയില്ലാത്ത വിധം രേഖപ്പെടുത്തിയ യഥാർത്ഥ വർണ്ണന അത് പറയുമ്പോഴല്ലേ ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ മുഅ്മിനീങ്ങളൊക്കെ നേരത്തെ വരണം, നേരത്തെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം. ഇന്ന്
ഉദ്ഘാടനം ഒരൽപ്പം നീണ്ടതുകൊണ്ട് ഒരൽപ്പം കൂടിപ്പോയതിന്റെ പേരിൽ ആരും ക്ഷമിക്കണ്ട, ആരും പ്രശ്നമുണ്ടാക്കണ്ട, ആരും വേദനിക്കണ്ട. നമ്മുടെ റസൂലുള്ളാഹിക്ക് വേണ്ടിയല്ലേ അവിടുത്തെ ബഹുമാനം പറയുന്നത്. ജീവിതകാലത്ത് അവിടുത്തേക്ക് എന്തൊരു ഇഷ്ടമാണ്, വഫാത്തിന് ശേഷവും അവിടുത്തേക്ക് ഇഷ്ടം തന്നെ. ഇരിക്കട്ടെ സഹോദരങ്ങളെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത സൗന്ദര്യത്തിന്റെ പകുതിയാണെങ്കിൽ പൂർണ്ണത കിട്ടിയ നേതാവാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരുടെയും ബഹുമാനം പറഞ്ഞാൽ നമുക്ക് എത്ര കൂലിയാണെന്ന് അറിയും. റസൂലുള്ളാഹിന്റെ ബഹുമാനം മാത്രമല്ലേ നമ്മൾ പറയുന്നത്, ആദം നബി മുതൽക്കുള്ള ഓരോ പ്രവാചകന്മാരുടെ ബഹുമാനം, അവരുടെ സന്തോഷം എത്രയായിരിക്കും, അള്ളാഹുവിന്റെ സന്തോഷം എത്രയായിരിക്കും. അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തു മിൻ കലാമി ത്വയ്ർ, പക്ഷികൾ സുലൈമാൻ നബിയോട് സംസാരിച്ചു. വതസ്ഖീരി ശയാത്തീൻ, പിശാചുക്കളെയും ജിന്നുകളെയും സുലൈമാൻ നബിക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. വരീഹ്, കാറ്റിനെയും അല്ലാഹു അധീനപ്പെടുത്തി കൊടുത്തു. കാറ്റിന്റെ വേഗതയിലുള്ള സഞ്ചാരം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തു. വൽ മുൽക്കില്ലദീ ലം യുഅ്തിഹി അഹദും മിൻ ബഅദിഹി, ഒരാൾക്കും കിട്ടാത്ത രാജകീയ പദവിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തു. അത് സുലൈമാൻ നബിയുടെ ബഹുമാനമാണ്. ഇനി വായിക്കൂ റസൂലുള്ളാഹിന്റെ ബഹുമാനം, അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം എത്രയാണ്. അമ്മാ കലാമു ത്വയ്രി വൽ വഹ്ശി فنبينا صلى الله عليه وسلم كلمه الحجر. പക്ഷിയല്ലേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് സംസാരിച്ചത്, റസൂലുള്ളാഹിനോട് കല്ല് സംസാരിച്ചില്ലേ, മരങ്ങൾ സംസാരിച്ചില്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഇന്നി അറഫ്തു ഹജറൻ ബിമക്ക കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബഅസ. എനിക്ക് നുബുവത്തിന്റെ പരസ്യ പ്രഖ്യാപനം ലഭിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, എന്നെ 40 വയസ്സിൽ നുബുവത്തിന്റെ ക്വാളിഫിക്കേഷൻ തന്ന് എനിക്ക് പ്രബോധനത്തിന് അംഗീകാരം നൽകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സലാം പറയുന്ന കല്ലുകൾ എനിക്ക് മക്കയിൽ പരിചയമുണ്ട് സ്വഹാബാ. പിന്നീട് ഏത് കല്ലുകളുടെയും മരങ്ങളുടെയും സമീപത്തുകൂടെ അല്ലാഹുവിന്റെ റസൂല് നടക്കുമ്പോ അവര് മുഴുവനും റസൂലുള്ളാഹിനോട് സലാം പറയുന്നു. പക്ഷികളുടെ സംസാരം അതൊന്നും റസൂലുള്ളാഹിയിലേക്ക് ചേർത്തി നോക്കുമ്പോ ഒരു വലിയ അത്ഭുതമേ അല്ല. നീ പക്ഷി എന്നെ സംസാരിച്ചത് വേണം, പക്ഷി തന്നെ അതിന്റെ വേദന റസൂലുള്ളാഹിനോട് പങ്കുവെച്ചത് വേണോ? എന്നാൽ പഠിച്ചോളൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും ഒരു വിഷയത്തിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറിയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? അന്ന ത്വയ്റൻ ഫജഅ ബിവലദിഹി ഫജഅല യുറഫ്രിഫു അലാ റഅസിഹി വയുകല്ലിമുഹു ഫയഖൂലു അയ്യുക്കും ഫജഅ ഹാദാ ബിവലദിഹി. നബി തങ്ങൾ വന്നപ്പോൾ ഒരു പക്ഷി ചിറകടിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് പരാതി പറയുന്നു, എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരാൾ ഓടിപ്പോയി നബിയേ. നബിതങ്ങൾ വരുമ്പോഴുള്ള പരാതി പക്ഷി രേഖപ്പെടുത്തുകയാണ്. ചിറകടിച്ചുകൊണ്ട് തലക്ക് മീതെ വട്ടമിട്ട് പറന്നതിന്റെ പരാതി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വിവരിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അയ്യുക്കും ഫജഅ ഹാദാ ബിവലദിഹി,
ആരാണ് ഈ തള്ളപ്പക്ഷിയെ തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് വേദനിപ്പിച്ചത്? അപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, ഞാനാണ്. എനിക്ക് കാരുണ്യം തോന്നിയപ്പോ ആ പക്ഷി കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തതാണ് തങ്ങളെ. റസൂലുള്ള പറഞ്ഞു, ഉർദുദ് വലദഹു, ആ തള്ളപ്പക്ഷിക്ക് അതിന്റെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുമോനെ. അല്ലാഹുവിന്റെ റസൂൽ അത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷികൾ റസൂലുള്ളാഹിനോട് സംസാരിച്ചു. ഒട്ടകം റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞു. സിംഹം റസൂലുള്ളാഹിന്റെ ബഹുമാനത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി വഴങ്ങിക്കൊടുത്തു. മാൻപേട നബി തങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞു, സലാം പറഞ്ഞു. സുലൈമാൻ നബിയുടെ ബഹുമാനത്തിന്റെ 10 മടങ്ങ് ബഹുമാനം ലഭിച്ച നേതാവാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി കാറ്റിനെ അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ 1 മാസം സഞ്ചരിക്കേണ്ട സ്ഥലത്തേക്ക് കുറഞ്ഞ സമയം കൊണ്ട് കാറ്റിന്റെ വേഗതയിൽ സുലൈമാൻ നബിക്ക് സഞ്ചരിക്കാനാകുന്നു. രാജ്യം ഭരിക്കുന്ന രാജാവാണ്, ലോകം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ഓരോ സെക്കൻഡിലും എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തി കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കേണ്ട രാജാവാകുമ്പോ കാറ്റിനെ അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തത് ആ കാറ്റിന്റെ വേഗതയിൽ അദ്ദേഹത്തിനിക്ക് പലയിടത്തും എത്താനാണ്. എന്നാൽ ഫഖദ് ഉഅതിയ സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബുറാഖ് അല്ലദീ ഹുവ അസ്റഉ മിനൽ റീഹ്. റസൂലുള്ളാഹിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തത് ബുറാഖ് തന്നെ. കാറ്റിനേക്കാൾ എത്ര പവറാണ് ബുറാഖിന്റെ പവർ. അതാ മഹാന്മാര് പറയുന്നു, ബല്ലസ്റഉമിനൽ ബറഖിൽ ഖാതിഫ്. അതാ മിന്നൽ പ്രകാശത്തെക്കാളും സ്പീഡുള്ള ബുറാഖ് എന്ന വാഹനം ഫഹമലഹു മിനൽ ഫർസി ഇലൽ അർശി. കടക്കുന്ന വിരിപ്പിൽ നിന്ന് റസൂലുള്ളാഹിനെയും വഹിച്ച് ബുറാഖ് അർശിലേക്ക് പോയി. ഫീ സഅത്തിൻ സമാനിയ, കുറഞ്ഞ സെക്കൻഡിലാണ് പരിപാടി നടക്കുന്നത്. വഅഖല്ലു മസാഫതി ദാലിക 7000 സന. ആ ബുറാഖിന്റെ സ്പീഡിൽ ഏറ്റവും കുറഞ്ഞ സ്പീഡ് എത്രയാണെന്നറിയുമോ? കുറഞ്ഞ സ്പീഡിൽ തന്നെ അത് സഞ്ചരിച്ചാൽ ആ 7000 വർഷം സഞ്ചരിക്കുന്നതിന്റെ അതിനേക്കാൾ ദൈർഘ്യമാണ് കുറഞ്ഞ സ്പീഡെന്നാണ് ബുറാഖിന്റെ പവറായി ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത ബഹുമാനത്തിന്റെയും അപ്പുറം ഇനി നോക്ക് നിങ്ങൾ, പിശാചുക്കളെയും ജിന്നുകളെയും ഒക്കെ കീഴ്പ്പെടുത്തി കൊടുത്ത് അവരൊക്കെയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സേവകരും ഭൃത്യന്മാരുമായി. എന്നാൽ നോക്കിക്കോ, فقد روي أن أبا الشياطين إبليس اعترض سيدنا محمدا صلى الله عليه وسلم وهو في الصلاة. അള്ളാന്റെ റസൂൽ നിസ്കാരത്തിൽ നിന്നപ്പോ ഇബ്ലീസ് റസൂലുള്ളാഹിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി വന്നു നോക്കിയതാണ്. നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നുള്ള ഒരു വരവുണ്ടല്ലോ, നടക്കൂല. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞതുപോലെ ഇബ്ലീസ് എവിടേക്കാ വന്നത്? അള്ളാന്റെ റസൂലിനെ കുഴപ്പാക്കാൻ വേണ്ടിയിട്ടാ വന്നത്. എന്താ സംഭവിച്ചത്? ഫഅംകനഹുല്ലാഹു മിൻഹു വറബതഹു ബിസാരിയത്തിൻ മിൻ സവാരിൽ മസ്ജിദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്ലീസിനെ റസൂലുള്ളാഹിക്ക് അങ്ങ് കീഴ്പ്പെടുത്തി കൊടുത്ത് പിടിച്ച് മദീനത്തെ പള്ളിയുടെ ഒരു തൂണിലങ്ങ് കെട്ടിയിട്ടു. നിൽക്കിവിടെ. എന്ത് പണിയെടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് തടിവൂരാനും. അപ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ ബഹുമാനം ചെറുതാണോ സഹോദരങ്ങളെ? വഖൈറു മിമ്മാ ഊതീഹി സുലൈമാനു മിൻ ദാലിക ഈമാനുൽ ജിന്നി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുലൈമാൻ നബിക്ക് കീഴ്പ്പെട്ടുകൊടുത്ത് സുലൈമാൻ നബിയുടെ അതാ സേവകരും ഭൃത്യന്മാരും പരിപാലകന്മാരും
പിശാചുമായിട്ട് ആ ജിന്നുകളും പിശാചുക്കളും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിലും അവരാരും തന്നെ റസൂലുള്ളാഹിക്ക് അനുസരിക്കുന്നത് പോലെ ആയിട്ടില്ല. അവരൊക്കെ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവരാ. ഫസുലൈമാനു ഇസ്തഖ്ദമഹും വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തസ്ലമഹും. പിശാചുക്കളോടും ജിന്നുകളോടുമൊക്കെ സുലൈമാൻ നബി ആവശ്യപ്പെട്ടത് കൃത്യവേല ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ അള്ളാന്റെ റസൂല് അവരോട് ആവശ്യപ്പെട്ടത് മുസ്ലിമാകാനാണ്. റസൂലുള്ളാന്റെ വാക്കനുസരിച്ചുകൊണ്ട് അവര് ഇസ്ലാം സ്വീകരിച്ചു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബഹുമാനം കണ്ടില്ലേ നിങ്ങൾ? മരിച്ചവരെ ജീവിപ്പിച്ചു മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ജന്മനാൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു. വെള്ളപ്പാണ്ട് കുഷ്ഠരോഗികളുടെ രോഗം മാറ്റിക്കൊടുത്തു. അത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബഹുമാനമാണ്. സഹോദരങ്ങളെ, ഇതുകൂടെ പറഞ്ഞ് ബറക്കത്തിനതാ ഒരു സംഭവം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ നിന്ന് പറഞ്ഞ് ദുആ ചെയ്ത് നമുക്ക് സന്തോഷത്തോടുകൂടെ പിരിയാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗികളുടെ രോഗം മാറ്റിക്കൊടുത്തു, ശരിയാണ്. എന്നാൽ നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട ഖതാദ തങ്ങൾ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വരുന്നു. ഒരു യുദ്ധത്തിൽ തന്റെ കണ്ണിനേറ്റ അമ്പ് കാരണത്താൽ കണ്ണ് യഥാസ്ഥാനത്ത് നിന്ന് കവിൾത്തടത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ഖതാദയുടെ പരാതി എന്താണ്? നബിയേ, കല്യാണം കഴിഞ്ഞിട്ട് കൂടുതൽ കാലമായിട്ടില്ല. എന്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു കാഴ്ച സഹിക്കാനാകൂല. തങ്ങൾ ഈ കണ്ണൊന്ന് ശരിയാക്കി തന്നാലും എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കവിൾത്തടത്തിലേക്ക് തൂങ്ങി നിൽക്കുന്ന കണ്ണെടുത്തിട്ട് യഥാസ്ഥാനത്ത് വെച്ചുകൊടുത്തു. ഫഅദത് അഹ്സന മാ കാനത്, നേരത്തെയുള്ളതിനേക്കാൾ നല്ല ഭംഗിയും നല്ല കാഴ്ചശക്തിയുമുള്ള കണ്ണായി ഖതാദ തങ്ങളുടെ കണ്ണ് മാറുന്നു. കമബ്റഅത് വാസിഫൻ ബില്ലംസി റാഹതുഹു വഅത്ലഖത് യരിബം മിൻ റിബ്ഖത്തിൽ ലമമി മൗലായ സ്വല്ലി വസല്ലം لم دائما أبدا على حبيبك خير الخلق كلهم. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് ഈ വിഷയ സംബന്ധമായി നടത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ അവസാനമായി ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ബാക്കി അല്ലാഹു തൗഫീഖ് ചെയ്താൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പറയാം. എന്റെ മുഅ്മിനീങ്ങൾ എഴുന്നേറ്റ് നിന്നു. ദൂരെ നിൽക്കുന്നവരൊക്കെ അടുത്തേക്ക് വന്നു. റസൂലുള്ളാഹിന്റെ ബഹുമാനം പാടിയിട്ട് അവിടുത്തെ മദ്ഹ് ചൊല്ലിയിട്ടല്ലാതെ ഈ മജ്‌ലിസ് നമ്മൾ പിരിയാൻ പാടില്ല. അല്ലാഹുവേ, ഞങ്ങൾ ഈ സദസ്സ് കൊണ്ടൊക്കെ ലക്ഷ്യമാക്കുന്നത് ഞങ്ങളെ റസൂലുള്ളാഹിന്റെ മഹബ്ബത്താണ്. ആ നേതാവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ ഞങ്ങൾക്ക് അവിടുത്തോടൊരുമിച്ച് ഒരു സീറ്റ് തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിക്ക് 20 ചില്ലാനം വർഷത്തോളം പ്രസിഡന്റായി സേവനം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൈദ്രൂസ് ഹാജി, അല്ലാഹുവേ അവിടുത്തെ ഖബർ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങൾ അദ്ദേഹത്തെയും കൂടെ സ്മരിക്കുന്ന നഗരിയായിട്ടാണ് ഈ മജ്‌ലിസിനെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്
നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന്, ഈ മഹലിൽ നിന്ന്, നമ്മുടെ ഈ മഹത്തായ പ്രദേശത്തിന് നേരത്തെ നേതൃത്വം തന്നിരുന്ന ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഒക്കെയും പിതാക്കന്മാർ, ഉമ്മമാര്, ഉമ്മാമമാര്, ഉപ്പാപ്പമാര്, സഹോദരങ്ങള്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, സൗഹൃദങ്ങളിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ ഹസനി ഈ അടുത്ത് മരണപ്പെട്ടു പോയി. അവന്റെ ഖബർ ഉൾപ്പെടെ അല്ലാഹു എല്ലാവരുടെയും ഖബർ സന്തോഷിക്കട്ടെ. അതെല്ലാവർക്കും അവരുടേതായ ഖബറുകളിലേക്ക് ഈ മജ്‌ലിസിന്റെ സവാബ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ മക്കൾ ഒരുമിച്ച് കൂടിയ മജ്‌ലിസിൽ വെച്ച് എനിക്ക് എത്ര വലിയ സന്തോഷമാണ് ഈ പാതിരാത്രിയിലും ലഭിക്കുന്നതെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഖബറിൽ കിടക്കുന്ന നമ്മുടെ ഉപ്പമാര് മുഴുവനും ഈ മജ്‌ലിസ് കണ്ട് സന്തോഷിക്കട്ടെ. സഹോദരങ്ങളെ, മനസ്സുകൊണ്ട് സ്നേഹിച്ചവർക്ക് മുഴുവനും സ്നേഹം കൊടുത്ത നേതാവ് വാഹല്ലി സൽമാ സല്ലമത് അഹ്ബാബഹാ മീനസ്സിവാ വാഹല്ലഹാ വാഹല്ലി മമ്മിൻഹാ വിലായതൻ അലൽ മിൻവാലി വാല്ലാ ഇലാഹാ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. യഥാർത്ഥ മുഹിബ്ബീങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് കിട്ടിയ നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമെന്നത് പറയുന്നത് എഴുത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കേണ്ടതല്ല, വാക്കുകളിൽ മാത്രം നിറഞ്ഞു നിൽക്കേണ്ടതല്ല, മനസ്സും മനസ്സുമായി ചേർന്നറിഞ്ഞ് അനുഭവിക്കേണ്ട ഒന്നാണ് സ്നേഹം. ആ സ്നേഹമുള്ളവരെ തിരിച്ചറിയാൻ റസൂലുള്ളാഹിക്ക് അല്ലാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാനാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി റഹിമഹുല്ലാഹ്. ഓരോ നൂറ്റാണ്ടിന്റെയും തുടക്കത്തിൽ ഓരോ ഇമാമീങ്ങളെ അല്ലാഹു അവരവരുടേതായ സമുദായത്തിലേക്ക് ആ നൂറ്റാണ്ടിലുള്ള പുതിയ സംഭവങ്ങൾക്ക് ഇസ്ലാമിന്റെ വീക്ഷണം എന്തെന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിവുള്ള നവോത്ഥാന നായകന്മാരെ നിയമിക്കുമെന്ന് പറഞ്ഞപ്പോൾ 5-ാം നൂറ്റാണ്ടിൽ അല്ലാഹു നിയമിച്ച മഹാനാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി റളിയല്ലാഹു അൻഹു. അബുൽ ഫത്ഹി സാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മസ്ജിദുൽ ഹറാമിൽ ചെന്നു. പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ അതാ ഹിജ്റ 545 ശവ്വാൽ 14 ളുഹ്ർ അസറിന്റെ ഇടയിലായിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല പ്രയാസമുണ്ട്, എന്റെ തലക്ക് തന്നെ കറക്കം അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് അവിടെ പോയിട്ടൊന്ന് വിശ്രമിക്കണം. നിൽക്കാനും ഇരിക്കാനും എനിക്ക് കഴിയുന്നില്ല. ഒരു ഭാഗത്ത് എനിക്ക് കഅബയുടെ നേരെയൊന്ന് കിടക്കണം. എന്നിട്ട് ആ കഅബയും കണ്ടിട്ട് എനിക്ക് ഉറങ്ങാതെ വിശ്രമിക്കണം. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ കൈ കവിളിന്റെ താഴെ വെച്ചു നിലത്ത് വെച്ചിട്ട് പിന്നെ ഉറക്കം വന്നിട്ട് അങ്ങനെ കഅബയുടെ നേരെ കിടന്ന് കഅബ കാണുന്ന ആ സന്തോഷവും കൂലിയും നഷ്ടപ്പെടേണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ അത്രയും ശ്രദ്ധിച്ചു. മാത്രമല്ല എന്റെ വുളൂ മുറിയാതിരിക്കാനും വേണ്ടി ഞാൻ വളരെ ഗൗനിച്ചുകൊണ്ട് തന്നെ അവിടെ കിടക്കുമ്പോഴാണ് ഒരാള് മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു വരുന്നത്. ആ മനുഷ്യന്റെ നിസ്കാരം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഒരു പുതിയ നിസ്കാരമാണ് അയാൾ നടത്തുന്നത്. ലോകത്ത് ഇത്രയും കാലം മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ടും ആ മുസ്ലിമീങ്ങളിൽ നിന്നൊക്കെയും ലോകം കണ്ടുപഠിച്ച ഒരു നിസ്കാരമല്ല ഇത്. ഇതൊരു പുതിയ മോഡേൺ നിസ്കാരമാണ്.
ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്റെ വിഷയം അതല്ല, മദ്ഹുർ റസൂലാണ്. അത് വിശാലമായി പറയേണ്ട വിഷയമാണ്. അത് സംബന്ധമായി ഞാൻ പ്രസംഗിച്ച സീഡികളുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമ്മുടെ സമാപന സമ്മേളനത്തിൽ ഒരു പുതിയ സീഡിയുടെ പ്രകാശനവും നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ നന്നായി കേട്ട് നമ്മുടെ ആദർശവും ഈമാനും പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ അബുൽ ഫത്ഹി സാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഞാനപ്പോൾ എന്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, ലഇൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യം ഫീമാ ബൈനനാ ലനുഖ്ബിറന്നഹു ബിസൂഇ സനീഇഹിം വമാ ഹും അലൈഹി മിനൽ ബിദഅ. ഇന്നെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ചെന്ന് പറയും, നമ്മൾ ഒരുമിച്ച് ചെന്ന് പറയും, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ആരും പഠിപ്പിക്കാത്ത ഒരു പുതിയ നിസ്കാരക്കാരനിതാ മസ്ജിദുൽ ഹറാമിലേക്ക് വന്നിട്ടുണ്ട്. അവൻ കാട്ടിക്കൂട്ടുന്ന കോലം കണ്ടില്ലേ, നിസ്കാരത്തിന്റെ രൂപങ്ങള്, ഇതെനിക്ക് വല്ലാതെ സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് പറയാമായിരുന്നു. അല്ലെങ്കിലും റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇത് പറഞ്ഞാൽ ഇവനെ റസൂലുള്ളാഹി തങ്ങൾ കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്നത്. ആ മയക്കത്തിൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താണ്? ഫറഅയ്തു അർസതൻ വാസിഅതൻ ഫീഹാ നാസുൻ കസീറൂൻ. ഒരു വിശാലമായ മുറ്റം കാണുന്നു. ആ മുറ്റത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഓരോ ബൈൻഡ് ചെയ്ത കിതാബുമുണ്ട്. അവരൊക്കെ വട്ടത്തിലാണ് നിൽക്കുന്നത്, ഒരു ഹൽക്ക പോലെയാണ് നിൽക്കുന്നത്. ആ ഹൽക്കയുടെ മധ്യത്തിൽ ഒരാളിരിക്കുന്നുണ്ട്. ഫസഅൽതു الناس عن حالهم وعمم في الحلقة. ഞാൻ ചോദിച്ചു, ഈ സദസ്സിൽ കൂടിയ ആളുകളൊക്കെ ആരാട്? ആ സദസ്സിന്റെ മധ്യത്തിലിരിക്കുന്ന ആളാരാട്? അപ്പോൾ ആളുകൾ പറഞ്ഞു, ഖാലൂ ഹുവ റസൂലുള്ളാഹി. സദസ്സിന്റെ മധ്യത്തിലിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാട്. ചുറ്റിലുമുള്ളത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളാട്, 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരാട്. യുരീദൂന അൻ യഖറഊ മദാഹിബഹും വഇതിഖാദഹും റസൂലുള്ളാഹി വയുസഹിഹൂഹാ. അവരൊക്കെ അവരുടെ വീക്ഷണങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കാൻ, എന്നിട്ട് നബിതങ്ങളിൽ നിന്ന് ശരി വാങ്ങാൻ, തെറ്റുകൾ തിരുത്തി അത് ക്രമപ്പെടുത്താൻ, അതിനുവേണ്ടി അവര് ഒരുമിച്ച് കൂടിയ സദസ്സാണ്. സുബ്ഹാനല്ലാഹ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ ഹൽഖയിൽ നിന്ന് ഒരാൾ കിതാബും പിടിച്ചങ്ങ് ചെല്ലുന്നു. നോക്കിയപ്പോ ആരാട്? നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുനാ ഇദ്രീസു ശാഫിഈ റളിയല്ലാഹു അൻഹുവാണ്. മധ്യത്തിലിരിക്കുന്ന റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് അങ്ങ് കടന്നു ചെന്നു, സലാം പറഞ്ഞു. ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജമാലിഹി വകമാലി. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നല്ല ശോഭിക്കുന്ന മുഖത്തോടെ, നല്ല പ്രകാശിക്കുന്ന മുഖത്തോടെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നല്ല ഒരു തലപ്പാവുണ്ട്, ഒരു നീളം കുപ്പായമുണ്ട്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ട ശാഫി ഇമാം അങ്ങ് ചെന്നു, സലാം പറഞ്ഞു. സലാം മടക്കിയെന്ന് മാത്രമല്ല, വറഹബ ബിഹി, സ്വാഗതം ചെയ്തു. അല്ലാഹുവിന്റെ റസൂല് വരൂ. ഇമാം ശാഫിഈ തങ്ങളെ സ്വാഗതം ചെയ്തു. ശാഫി ഇമാം തന്റെ കയ്യിലുള്ള കിതാബ് വായിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് ശരിവെച്ചു. പിന്നെ അബൂ ഹനീഫ തങ്ങൾ ചെന്നു. ചരിത്രം വിശാലമായി ഞാൻ ചുരുക്കുകയാണ്. എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും ചെന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോഴതാ
ബൈൻഡ് ചെയ്യാത്ത ഒരു പുസ്തകങ്ങളുമായിട്ട് ഒരാളാ സദസ്സിലേക്ക് വരാൻ ശ്രമിക്കുന്നു. إذا واحد من المبتدعة الملقبة بالرافضة قد جاء وفي يده كراريس غير مجلدة فيها ذكر عقائدهم الباطلة وهم أن يدخل الحلقة ويقرأها على رسول الله. അയാള് കുറച്ച് പേപ്പറുമായിട്ടാ വരുന്നത്, ബൈൻഡ് ചെയ്തിട്ടില്ല. കാരണം ഇത് കൊല്ലത്തിൽ മാറ്റേണ്ട പുസ്തകമാണ്, അതുകൊണ്ട് ബൈൻഡ് ചെയ്യാത്ത ബുക്കുമായിട്ടാ വന്നിരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് അയാളുടെ പഴച്ച ആശയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അയാള് ഹൽഖയുടെ സമീപത്തേക്ക് ഇങ്ങെത്തേണ്ട താമസം ഫഖറജ വാഹിദും മിമ്മൻ കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈഹി. റസൂലുള്ളാഹിന്റെ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ, ഒരു ഇമാം അങ്ങ് ചാടി എഴുന്നേറ്റു. കയ്യിലുണ്ടായിരുന്ന പേപ്പറുകൾ പിടിച്ചു വാങ്ങിയിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, പോടാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് അവിടുത്തോട് മഹബത്തുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന മജ്ലിസിൽ വ്യാജ സ്നേഹവും വെച്ചിട്ട് മുസ്ലിമീങ്ങളുടെ വിശ്വാസവും അവരുടെ ആദർശവും പഠിപ്പിക്കുന്ന നിനക്ക് കടന്നു വരാൻ അധികാരമില്ല. എന്റെ മനസ്സ് സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ്. മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു വന്ന ഒരു പുതിയ നിസ്കാരക്കാരൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെയായിരിക്കുന്നല്ലേ ഞാൻ ആലോചിച്ചത്. അതിനല്ലാഹു എനിക്ക് നല്ല ഒരു മറുപടി നേരിട്ട് കാണിച്ചു തന്നല്ലോ. എല്ലാവരും അവരുടെ കിതാബുകൾ വായിച്ചു. ഇനി വായിക്കാനുണ്ട് ഒരേ ഒരാള്, അത് ഞാനാണ്. അബുൽ ഫത്ഹി സാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, തഖദ്ദംതു ഖലീലാ, എനിക്ക് പേടിയുണ്ട്. ഞാൻ ആരെ മുമ്പിലേക്കാണ് ചെല്ലുന്നത്? റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് ഞാൻ പതിയെ പതിയെ നടന്നു ചെന്നു. വകാന ഫീ യദി കിതാബുൻ മുജല്ലദുൻ, എന്റെ കയ്യിൽ ബൈൻഡ് ചെയ്ത കിതാബുണ്ട്. ഫനാദൈതു വഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ഉറക്കെ വിളിച്ചു, നബിയേ, ഹാദൽ കിതാബു മുഅ്തഖദി വമുഅ്തഖദു അഹ്ലിസ് സുന്ന, ഇതെന്റെ വിശ്വാസമാണ്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ വിശ്വാസം രേഖപ്പെടുത്തിയ കിതാബാണ്. ലൗ അദിൻത ലീ ഹത്താ ഖറഅഹു അലൈഹി, തങ്ങൾ സമ്മതം തന്നാ ഞാൻ വായിക്കും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് കിതാബാണത്, ഏത് കിതാബാണത്? ഖുൽതു യാ റസൂലല്ലാഹ് ഖവാഇദുൽ അഖായിദില്ലദീ സന്നഫഹുൽ ഗസ്സാലി. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രചിച്ച ഖവാഇദുൽ അഖായിദ് എന്ന കിതാബാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഗസ്സാലി ഇമാമിന്റെ കിതാബല്ല, വായിച്ചോ. ഞാനങ്ങ് വായിക്കാൻ തുടങ്ങി. ഷഹാദത്ത് കലിമയുടെ വിശദീകരണമാണ്. ഇപ്പോൾ എനിക്കത് പറയാൻ സമയമില്ല. അല്ലാഹുവിനെ വർണ്ണിച്ച് 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 അവസാനം ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗമായ റസൂലുള്ളാഹിനെ വർണ്ണിക്കുന്നു. വഅന്നഹു തആല ബഅസൻ നബിയ്യൽ ഉമ്മിയ്യൽ ഖുറശിയ്യ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിരിസാലതിഹി ഇലാ കാഫത്തിൽ العرب والعجم والجن والإنس. റസൂലുള്ളാഹിന്റെ അവർണ്ണനീയമായ അവിടുത്തെ പ്രകീർത്തനങ്ങളുടെ ഒരു വല്ലാത്ത പ്രവാഹം ഗസ്സാലി ഇമാം അവിടുത്തെ കിതാബിൽ അങ്ങ് തുടങ്ങിയപ്പോൾ അവിടുത്തെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കിയതാണ്. റഅയ്തുൽ ബശാശത വൽ ബുശ്റാ ഫീ വജ്ഹിഹി, അവിടുത്തെ മുഖത്തിൽ നിന്ന് പ്രകാശം ചൊരിയുന്നു, സന്തോഷം പെയ്തിറങ്ങുന്നു.
തുടങ്ങുന്നു. വീണ്ടും റസൂലുള്ളാന്റെ വർണ്ണനയാണ്, അവിടുത്തെ പ്രശംസയാണ്, അവിടുത്തെ പ്രകീർത്തനമാണ്. അതങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഫൽതഫത ഇലയ്യ, എന്നിലേക്ക് ഇങ്ങ് തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഐനൽ ഗസ്സാലി, ഐനൽ ഗസ്സാലി. ഇങ്ങനൊക്കെ വർണ്ണിച്ച എന്റെ ഗസ്സാലി എവിടെ, ഗസ്സാലി എവിടെ? فإذا بالغزالي كأنه واقف على الحلقة بين يديه. സുന്നത്തി ജമാഅത്തിന്റെ ഇമാമിങ്ങളൊക്കെ വന്നു നിൽക്കുന്നുണ്ടല്ലോ റസൂലുള്ളാഹിന്റെ ചാരത്ത്. ഗസ്സാലി ഇമാമായിട്ട് വരാതിരിക്കോ? അപ്പൊ ഗസ്സാലി ഇമാം ഹൽഖയുടെ ഒരു ഭാഗത്ത് നിന്ന് എഴുന്നേറ്റു. ഫഖാല ഹാ അനദാ യാ റസൂലല്ലാഹ്, ഹാ അനദാ യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ. വതഖദ്ദമ വസല്ലമ അലാ റസൂലില്ലാഹ്, പതിയെ പതിയെ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് നടന്നു വന്ന് അവിടത്തേക്ക് സലാം പറഞ്ഞു, സലാം മടക്കി. മുന്നിലെത്തിയപ്പോ ഫനാബലഹു യദഹുൽ അസീസ, അല്ലാഹുവിന്റെ റസൂൽ ഗസ്സാലി ഇമാമിന് കയ്യങ്ങി നീട്ടിക്കൊടുത്തു. വൽ ഗസ്സാലി യുഖബ്ബിലു യദഹു, ഗസ്സാലി ഇമാം കൈ പിടിച്ച് ചുംബിച്ച് ബറക്കത്തെടുക്കുന്ന തിരക്കിലാണ്. വയളഉ ഖദ്ദൈഹി അലൈഹാ തബറുകം ബിഹി വബിയദിഹിൽ അസീസത്തിൽ മുബാറക. എന്നിട്ട് ആ കയ്യിൽ റസൂലുള്ളാഹിന്റെ കയ്യിലതാ ബറക്കത്തെടുക്കാൻ വേണ്ടി അവിടുത്തെ കവിൾ തടം വെച്ചിട്ടങ്ങനെ ഉരസുന്നു. ആ കൈ രണ്ട് കവിളിന്റെ ഭാഗത്തും വെക്കുകയാണ്, വീണ്ടും വീണ്ടും വെച്ച് ബറക്കത്തെടുക്കുകയാണ്. فما رأيت رسول الله أكثر استبشارا بقراءة أحد مثل ما كان بقراءتي عليه قواعد العقائد. ഒരൊറ്റ ഇമാമും അവരെ കിതാബ് വായിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇത്ര വലിയ സന്തോഷം കാട്ടിയത് ഞാൻ കണ്ടില്ല. ഗസ്സാലി ഇമാമിന്റെ കിതാബ് വായിച്ചു കൊടുത്തപ്പോഴാണ് സന്തോഷം. ഞാൻ ഉറക്കിൽ നിന്നുണർന്നു. വഅലാ ഐനി അസറുദ്ദം മിമ്മാ റഅയ്തു മിൻ തിൽക്കൽ അഹ്വാലി വൽ മുശാഹദാതി വൽ കറാമാത്. ഞാൻ ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചിട്ടുണ്ട്. സ്വപ്നമാണെന്ന് പറഞ്ഞ് തള്ളണ്ട മുസ്ലിമീങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി, എന്റെ രൂപത്തിൽ പിശാചിന് രൂപപ്പെടാനാകൂലാത് ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? അപ്പോൾ യഥാർത്ഥ മുഹിബ്ബീങ്ങളെ തിരിച്ചറിയാൻ നബിതങ്ങൾക്ക് സാധ്യമാണെങ്കിൽ പരിശുദ്ധ റബീഉ നമുക്ക് സന്തോഷമാകണം. ഈ കൂടി നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെയും ഓരോ ജോലികളിൽ, ഓരോ തൊഴിലുകളിൽ, ഓരോ ബിസിനസ്സുകളിലുള്ളവരാണ്. എത്ര നമുക്ക് വലിയ തിരക്കുണ്ടെങ്കിലും തങ്ങളെ പറയുന്ന മജ്‌ലിസ് അവിടെ തൽക്കാലം നിർത്തിവെച്ച് നമ്മുടെ ദുനിയാവിന്റെ ചുറ്റുപാടിൽ നമുക്ക് കൂടാനാകുമോ? ജീവിതകാലത്ത് ഇടതും വലതും ഒഴിഞ്ഞുകൊടുക്കാതെ തങ്ങളെ കൂടെ തന്നെ നടന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ വഫാത്തിന് ശേഷവും കൂടെ തന്നെയല്ലേ? ആഖിറത്തിൽ
ഒരിക്കലും ഒരുമിച്ചല്ലേ, അടുത്തുള്ള സീറ്റ് അവര് നമുക്ക് ഒഴിഞ്ഞു തരൂല. എന്നാലും ആ ഒരുമിച്ചുള്ള ഇരുത്തമെങ്കിലും കണ്ട് അവരുടെ ജിവാറിൽ നമുക്കും ഒരു സീറ്റ് റിസർവ് ചെയ്യാനാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഹി. أنت تطلع بيننا بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. സഹോദരങ്ങളെ, നമ്മുടെ മജ്‌ലിസ് ഇനി 2 ദിവസം കൂടെ സമാപനത്തിന് വിവന്യരായ സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമ്മുടെ മജ്‌ലിസിൽ എത്തും. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർണ്ണിച്ച അവിടുത്തെ വിശേഷണങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ സംസാരിക്കും. നേരത്തെ തന്നെ എല്ലാവരും വന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് വഅദ് കഴിഞ്ഞ് നമുക്ക് മജ്‌ലിസ് പിരിയേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ ഉദ്ഘാടന സമ്മേളനമായതുകൊണ്ട് ഒരൽപ്പം നീണ്ടുപോയതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, നമ്മുടെ മജ്‌ലിസിന് വേണ്ടി ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ ഓടി നടന്ന് പ്രചരണം നടത്തി ഇവിടെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് എല്ലാത്തിനും ഓടി നടന്ന് എല്ലാ ചുറ്റുപാടുകളും മാറ്റിവെച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു അവർക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുന്നതിന് മുമ്പ് തബറുക്ക് ആരിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. എല്ലാവരും അവരവർക്ക് കഴിയുന്നത് അല്ലാഹു തൗഫീഖ് ചെയ്തത് ഇൻഷാ അല്ലാഹ് മജ്‌ലിസിലേക്ക് തരണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ സയ്യിദി ഖൈറൻ നബി. നല്ല ചെലവുണ്ട് നമ്മുടെ പരിപാടിക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന മജ്‌ലിസ് ഇത് നമ്മുടെ അവസാന മജ്‌ലിസ് ആവരുത്. ഇനിയും ഒരുപാട് മദ്ഹ് പറയുന്ന മജ്‌ലിസുകളിൽ നമുക്ക് വരണം, നിറഞ്ഞു നിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി അല്ലാഹു ഖബൂലാക്കട്ടെ. സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഹി